ഹലോ, ഗുഡ് ഈവനിങ്. ഒരു ഉഷാറൊന്നും പോരാ, എല്ലാവരും ഒന്ന് ഗുഡ് ഈവനിങ് ഒക്കെ പറയാം. ഓക്കെ, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ UGC നെറ്റിന്റെ P4-1 ഒരു വെബിനാർ ആണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ സെഷൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ ജോമി സർ ആണ്. ആൻഡ് ഹീസ് ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് എഡെക്സി ലേണിംഗ്. അദ്ദേഹം UGC നെറ്റ് ക്വാളിഫൈഡ് ആണ്. അദ്ദേഹമാണ് ഇന്നത്തെ സെഷൻ എടുക്കാൻ പോകുന്നത്. ഓൾസോ ഐ എം ഇൻട്രൊഡ്യൂസിങ് അബൌട്ട് മീ. എന്റെ പേര് ഗോപിക പവിത്രൻ. ഐ എം വർക്കിംഗ് ആസ് എ പ്രോജക്ട് ലീഡ് ഹിയർ. Okay, and I have qualified UGC NET for 4 times, and I have qualified for SET, Kerala SET, KTET category 2 and 3. പിന്നെ പഠിക്കുന്ന കാലത്ത് റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു. BA പൊളിറ്റിക്കൽ സയൻസിലെ 4th റാങ്ക് ഹോൾഡർ ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. ഓൾസോ 6th റാങ്ക് ഹോൾഡർ ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഇൻ മൈ മാസ്റ്റേഴ്സ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ അക്കാഡമിക് കരിയർ. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് NT UGC NET P4-1 എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്താണ് UGC NET P4-1 എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള UGC NET P4-1 പറ്റിയിട്ടും അതെങ്ങനെ പഠിക്കാം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആൻഡ് പ്രൂവൺ സ്ട്രാറ്റജീസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ സെഷൻ അവസാനം വരെ ഒന്ന് നിൽക്കുക. ബിക്കോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ലാസ്റ്റ് തന്നെ കണ്ടിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ചാറ്റ് ബോക്സിൽ ഇവിടെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു വെബിനാർ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ആയിട്ട് അയച്ചു കൊടുക്കാം. ഓക്കെ, സോ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് NT UGC NET എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഇതിന്റെ ഒരു യൂസേജ്, ഈ ഒരു എക്സാമിന്റെ യൂസേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. എനിബഡി നിങ്ങൾക്ക് സംസാരിക്കാം. ഒരു ഇന്ററാക്റ്റീവ് ടോക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വൺ സൈഡ് ടോക്ക് അല്ല. ഞാൻ സംസാരിക്കും, നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷനാണ്. അപ്പം യാ, ടെൽ മീ, എന്താണ് എക്സാമിനെ പറ്റി പറയാനുള്ളത്? എന്തിനാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് NT? ഹലോ, ഒരു റെസ്പോൺസും ഇല്ലല്ലോ. ഇത് അസിസ്റ്റന്റ് പ്രൊഫസർ, പിന്നെ JRF, അതൊക്കെയാണ് പ്രധാനമായിട്ട് ലക്ഷ്യമാക്കുന്നത്. ഓ യെസ്, അതെ, സർ പറഞ്ഞ പോലെ തന്നെയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് അല്ലെങ്കിൽ PhDക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് PhD ഓൺലി എന്ന് പറയുന്ന റിസൾട്ട് ഉണ്ട്. ഓൾസോ JRF, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് ഫെലോഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, ആൻഡ് ദിസ് എക്സാം ഹാസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. ഓക്കെ, ഇന്ത്യയിലുള്ള ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു 10 എക്സാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നായിട്ട് വരുന്ന ഈ ഒരു എക്സാമിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജസ് ഉള്ള, ഇത്രയും യൂസേജ് ഉള്ള എക്സാമിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇന്ന് കിട്ടാൻ പോകുന്നതാണ്. സോ ടെൽ മീ, ഈ ഒരു എക്സാം എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇതുവരെ അറ്റൻഡ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്ന ആരെങ്കിലും? ടെൽ മീ. ഉണ്ടല്ലേ? ഓക്കെ. സോ ഇന്ന് നിങ്ങൾക്ക് ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ ഇവിടെ ഗ്രൂപ്പിൽ ഈ ഒരു മീറ്റിംഗിന്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് ഷെയർ ചെയ്യാം. ആൻഡ് വി ക്യാൻ വെൽക്കം ജോമി സർ ഫോർ ദ സെഷൻ. ഓക്കെ, അപ്പൊ ഒരു 2 മിനിറ്റ് സമയം തരാം. നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, യെസ്. ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ ഗോപികാമസ് പറഞ്ഞ പോലെ എല്ലാവരും നമ്മളെല്ലാവരും എന്ത് ചെയ്യാം, നേരെ ചാറ്റ് ബോക്സിൽ ഇട്ടേക്കുന്ന ലിങ്ക് എടുക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം. ഒരുപാട് ആൾക്കാർ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാർ പ്രിപ്പറേഷൻ കുറെ നാളായിട്ട് എഴുതിയിട്ടും നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു സഹായമാകുന്ന, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ, ഒന്നും ഈസി അല്ല, പക്ഷെ നമുക്ക് നെറ്റ് എങ്ങനെ ഈസി ആയിട്ട് പഠിച്ച് ക്ലിയർ ചെയ്യാം, പേപ്പർ വണ്ണിലെ ഡിഫിക്കൽട്ടീസ് ഒക്കെ എങ്ങനെ ക്ലിയർ ആക്കാം എന്ന് പറയുന്ന ഒരു ഫ്രീ വെബിനാറാണ്. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമുക്കൊരു ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 40 പേരോളമാണ് ഇപ്പോൾ ഉള്ളത്.
നമുക്കത് മാക്സിമം ആൾക്കാരിലേക്ക് ഒന്ന് എത്തിക്കണം. ഓക്കെ, അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ദയവേത് ഒന്ന് ചെയ്യുക, കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു സെഷൻ ആയിരിക്കും കേട്ടോ. ഓക്കെ, അതിനനുസരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മളെല്ലാവരും നെറ്റ് ക്രാക്ക് ചെയ്യുക എന്നറിയാം, JRF ക്വാളിഫൈ ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്നിവിടെ വന്നേക്കുന്നത് അല്ലെ. ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും, റിപ്പീറ്റഡ്ലി എഴുതിയ ആൾക്കാരുണ്ടായിരിക്കും, PhD ക്വാളിഫൈ ചെയ്ത ആൾക്കാരുണ്ട്, അതിൽ നിന്ന് നെറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാരുണ്ട് ഇല്ലേ, എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്കൊരു ജസ്റ്റ് ഒരു ഹെഡ്സപ്പ് എല്ലാവരും തരാമോ? അതായത് നമ്മളൊക്കെ എവിടെ നിന്നാണ് വന്നത്, ഏതൊക്കെ കോളേജിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് വന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സബ്ജക്ട് ഏതാണ്, ഇത്രയും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവും എല്ലാവരും. കോളേജും സബ്ജക്റ്റും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവും എല്ലാവരും. ചാറ്റ് ബോക്സിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവും ചാറ്റ് ബോക്സിൽ. അപ്പൊ നമുക്ക് എല്ലാവരുടെ റെസ്പോൺസ് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. ചാറ്റ് ബോക്സിൽ ഒന്ന് എല്ലാവരും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ. എക്കണോമിക്സ്, കാലിക്കറ്റ്, ഫർസാനത്തേക്ക് ജിമോൻ ഒന്ന് മ്യൂട്ട് ചെയ്യണം. ജിമോനെ, ലൈബ്രറി സയൻസ് ഉണ്ട്. ഓക്കെ, ലൈബ്രറി ലോ കോഴിക്കോട്, കൊമേഴ്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, മാനേജ്മെന്റ് ഉണ്ട്, MBA ഉണ്ട് ചെന്നൈ, മാനേജ്മെന്റ് ഉണ്ട്, MCOM ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, JS കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ കോയമ്പത്തൂർ, മാനേജ്മെന്റ് ട്രിവാൻഡ്രം. ഓക്കെ, സോഷ്യൽ വർക്ക് മലയാളം തിരുവല്ല. ഓക്കെ, ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാവരുടെ റെസ്പോൺസ് ഒക്കെ നമ്മൾ റീഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. SB കോളേജ് ചങ്ങനാശ്ശേരി. ഓക്കെ, ഓക്കെ, അപ്പൊ ഏകദേശം കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്ന് ആൾക്കാരുണ്ട്. ഓരോ ആൾക്കാർ ജോയിൻ ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ പറയുന്നത് എന്താണ് UGC ഇന്ത്യ നെറ്റ് എക്സാം എന്ന് പറയും. അതിന്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. അതുപോലെ തന്നെ അതിന്റെ സ്ട്രാറ്റജീസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരിക്കണം, നമ്മുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമുക്കിത് എങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു. UPMS നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചു, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് 10 എക്സാംസ്, ഹാർഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാംസിൽ ഒന്നാണ് ഇതെന്ന് പറഞ്ഞു. അത് റിയാലിറ്റിയാണ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം ആണ്. പക്ഷെ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ ആ ലക്ഷ്യം ക്വാളിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറുക എന്നൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നമ്മുടെ എൻഡ് റിസൾട്ട് എന്താണോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലിയർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതും മുമ്പോട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത്, അതിന്റെ കാരണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. എന്തുകൊണ്ട് NDA നെറ്റ് അല്ലെ UGC NDA നെറ്റ് എന്ന് പറയുന്ന എക്സാം ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ UGC അഫിലിയേറ്റഡ് കോളേജസിൽ ഒരു പെർമനന്റ് ഫാക്കൽറ്റി ആകാൻ നമുക്ക് നിർബന്ധമായിട്ടും UGC ഇന്ത്യ നെറ്റ് എന്ന് പറയുന്ന എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ JRF എന്ന് പറയുന്ന ഫെലോഷിപ്പ്. ഓക്കെ, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് PhD ഫണ്ടഡ് ആയിട്ട് ഫെലോഷിപ്പോട് കൂടി സ്റ്റൈപ്പൻഡോട് കൂടി നമുക്ക് PhD ചെയ്യണമെങ്കിൽ നമുക്ക് JRF നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം. അത് ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യുന്നവർക്ക് 37,000 രൂപ മുതൽ 42,000 രൂപ വരെ പെർ മന്ത് നമുക്ക് എന്ത് കിട്ടും, സ്റ്റൈപ്പൻഡ് ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മൾ ഒരു എൻട്രി ലെവൽ ജോബിന് പോകുന്നതിനൊക്കെ മുകളിലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഒരു പേയ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, JRFന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു എൻട്രി ലെവൽ ജോബിനല്ല PG കഴിഞ്ഞ് പോകേണ്ടത്. നമ്മൾ ക്ലിയർ ആയിട്ട് ഹൈ എൻഡ് പാക്കേജിലോട്ടാണ് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഹാർഡ്ഷിപ്പും ഇല്ലാണ്ട് ഒരു 4 മാസം നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് UGC ഇന്ത്യ നെറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ടൈമിലെ നെറ്റിന്റെ എലിജിബിലിറ്റി ലൈഫ് ടൈം ആണ്. ഒരു പ്രാവശ്യം നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതകാലം മൊത്തം ആ ക്വാളിഫിക്കേഷൻ ഉണ്ട്, നെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്. മൂന്നാമതൊരു ക്വാളിഫിക്കേഷൻ കൂടി എക്സാം നമുക്ക് തരുന്നുണ്ട്, ബേസ് ലെവലിലുള്ള PhD അഡ്മിഷന്റെ ഒരു ക്വാളിഫിക്കേഷൻ. നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലെ, റിസർച്ച് കോളേജസിലെ റിസർച്ച് സെന്ററിലൊക്കെ ക്ലിയർ ആയിട്ട് PhD ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെയുള്ള സ്റ്റൈപ്പൻഡ് കുറവായിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് എവിടെയുണ്ട്, ഈ ഒരു എക്സാമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല പ്രയോറിറ്റി, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, IITകളിലെ, IIMസിലെ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ, IIScകളിലെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ PhDക്ക് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അക്കാഡമിക് കരിയർ റിസർച്ചിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം PhD അല്ലെങ്കിൽ JRF അല്ലെങ്കിൽ നെറ്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ നമുക്ക് വേണം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ
PG പഠിക്കുന്ന ആൾക്കാരാണ് അല്ലെ? നമ്മളെല്ലാവരും PG പഠിക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ എല്ലാവരും PG പഠിക്കുന്ന ആൾക്കാരല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്തേ. അല്ലേ അല്ലേ മക്കളെ? അല്ലേ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്ത്. നിങ്ങൾ ചാറ്റ് ബോക്സിലൊക്കെ BEd ഓക്കെ എസ് ഉണ്ട്, BEd ഉണ്ട്, എല്ലാവരും എസ് എന്ന് പറയുന്നു, കുറെ പേര് എസ് എന്ന് പറയുന്നു. PG കഴിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും, ഇല്ലേ PGക്ക് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഓക്കെ 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 ഗ്രേറ്റ്. PG കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കേസ് ഉണ്ട്. നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഒരു ക്രെഡിബിലിറ്റി പോസ്റ്റ് ഗ്രാജുവേഷനിലൂടെ ആഡ് ഓൺ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ആണ് നെറ്റ് അല്ലെങ്കിൽ JRF എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും നല്ല രീതിക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെയാണ് നെറ്റ് അല്ലെങ്കിൽ JRF എന്ന് പറയുന്നത്. കാരണം വേറൊരു ഓപ്ഷനും കൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, എടെക് ഫേംസ്. നമുക്കറിയാം ഇപ്പൊ ഒരുപാട് വലിയ ഫേംസ് വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ക്രെഡിബിൾ ആയിട്ട് നമുക്കൊരു അക്കാഡമീഷ്യൻ, ഒരു സ്റ്റുഡന്റ് മെന്റർ, ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ റിസർച്ചർ എന്ന് പറയുന്ന ജോബ് റോൾസ് അടക്കം ഒരുപാട് ക്വാളിഫിക്കേഷൻസ്, ഒരുപാട് പൊസിഷൻസ് നമുക്കൊക്കെ അവൈലബിൾ ആണ്. കോർപ്പറേറ്റ് സെക്ടറിലായിക്കോട്ടെ, ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ, അവിടെയൊക്കെ നമ്മുടെ ക്രെഡിബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബെഞ്ച് മാർക്ക് പാസ്സാകുമ്പോഴാണ്. കാരണം UGC India നെറ്റ് എന്ന് പറയുന്ന എക്സാം ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷം 2 തവണയാണ് എക്സാം നടക്കുന്നത് നമുക്കറിയാം അല്ലെ? 2 തവണയാണ് ഈ എക്സാം ഒരു വർഷം നടക്കുന്നത്. ഈ 2 തവണയിൽ നിന്നും അവർ സെലക്ട് ചെയ്യുന്ന 6% എന്ന് പറയുന്ന പാസ് പെർസെന്റേജ് സെലക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ അക്കാഡമിക്കലി ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വെബിനാറിൽ പറയുന്നത്. നിങ്ങൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ബാക്കി പറയുമല്ലേ? നമ്മള് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്ത മക്കളെ. കമോൺ എവരിബഡി, നിങ്ങളൊന്ന് ഉഷാറായിട്ട് തന്നെ. യെസ് ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അപ്പൊ നമുക്ക് ഈ എക്സാം എന്താണ്, അല്ലെങ്കിൽ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് 3 ഡിഫറെന്റ് ക്വാളിഫിക്കേഷനാണ് ഉള്ളത്. അറിയുന്നവരുണ്ടായിരിക്കും, അറിയത്തില്ലാത്തവരുണ്ടായിരിക്കും. നമുക്ക് അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അക്കാഡമിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കി പോകാം. ഓക്കെ, ബേസ് ലെവൽ തൊട്ടുള്ള കാര്യങ്ങളാണ്. ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ആദ്യമേ പറയുന്ന ഒരു കേസ്, ക്വാളിഫൈങ് PhD മാത്രം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്നുള്ള കേസാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ ജോയിൻ ചെയ്യുന്നത് അവിടുത്തെ ഒരു സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ എമൗണ്ട് കുറവായിരിക്കും, പക്ഷെ നമുക്കൊരു സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. നമുക്ക് ഫാക്കൽറ്റീസിനെ അസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റൻഷിപ്പിനുള്ള അലവൻസുകൾ നമുക്ക് കിട്ടും. സ്വാഭാവികമായിട്ടും ഡിഫറെന്റ് സ്റ്റേറ്റുകളിലും സ്റ്റേറ്റിന്റെ PhD അലവൻസുകൾ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റൈപ്പൻസ് ഉണ്ട്, ഫെലോഷിപ്സ് ഉണ്ട്. അത് നമുക്ക് അവൈലബിൾ ആകും. അതാണ് ക്വാളിഫൈങ് PhD മാത്രം നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ്. നമുക്ക് PhD ക്വാളിഫൈ ചെയ്ത് 1 വർഷം, അതാണ് അതിന്റെ വാലിഡിറ്റി. 1 വർഷത്തിനകം നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് നമുക്ക് അഡ്മിഷൻ നേടിയിരിക്കണം. PhD ചെയ്യാനുള്ള അഡ്മിഷൻ നമ്മൾ നേടിയിരിക്കണം. UGC India നെറ്റിന്റെ റിസൾട്ട് വന്ന് നമ്മൾ PhD ആണ് ക്വാളിഫൈ ചെയ്തതെങ്കിൽ 1 വർഷത്തിനകം നമ്മൾ എന്ത് ചെയ്യണം? PhD അഡ്മിഷൻ നേടിയിരിക്കണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ മക്കളെ? ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്തേ. ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. അതിന്റെ അക്കാഡമിക് ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം. മിക്ക യൂണിവേഴ്സിറ്റികളിലും നമ്മൾ PhD ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സെപ്പറേറ്റ് ഒരു PhD എൻട്രൻസ് നമ്മൾ എഴുതേണ്ട ആവശ്യം നമുക്ക് വരത്തില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, PhD ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള റിസർച്ച് പ്രോജക്ട്സിൽ, അത് ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, ലാബ്സ് ആകാം, അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രോജക്ട്സ് ആകാം, ഡിഫറെന്റ് ആയിട്ട് റിസർച്ച് ചെയ്യുന്ന ഫാക്കൽറ്റീസിന്റെ കൂടെയൊക്കെ റിസർച്ച് പ്രോജക്ട്സിൽ അസോസിയേറ്റ് ചെയ്യാനും അതുവഴി നമുക്ക് റിസർച്ച് ഗ്രോത്ത് ഏൺ ചെയ്യാനുമുള്ള എക്സ്പീരിയൻസ് നേടാനുമുള്ള പോസിബിലിറ്റീസ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ PhD കഴിഞ്ഞ് ഫർദർ റിസർച്ചിന് പോസ്റ്റ് ഡോക്ക് പോലെയുള്ള ഫെലോഷിപ്സ്, ഇന്ത്യക്ക് പുറത്തു പോയി പഠിക്കാനുള്ള ഓപ്ഷൻസ്, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനുള്ള ഓപ്ഷൻസ്, IIT-കളിൽ പോയി പഠിക്കാനുള്ള ഓപ്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാൻ പറ്റും. അതാണ് PhD ഉള്ളിയുടെ അക്കാഡമിക് ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? എനിക്കൊരു ലൈക്ക് അടിക്കാവോ? ചാറ്റ് ബോക്സിൽ ഒരു ലൈക്ക് അടിക്കാവോ? ക്ലിയർ ആണോ? ലൈക്കൊന്നും ഇല്ലേ? ഓക്കെ, ലൈക്ക് ഒക്കെ അടിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ലൈക്ക് അടിച്ചാൽ എനിക്ക് ഉഷാറൊക്കെ ഉള്ളൂ. ഉണ്ടാ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നെറ്റിന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള അക്കാഡമിക് ബെനിഫിറ്റ്സും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് പെർമനന്റ് ഫാക്കൽറ്റി ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ 7th പേ പ്രകാരമാണ് പേയ്മെന്റ് വരുന്നത്.
ഒരു മാസം 57,700 രൂപ തുടങ്ങി 1,82,400 രൂപ വരെ ഒരു മാസം പെർമനന്റ് ഫാക്കൽറ്റി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ആ സാലറി. ഗവൺമെന്റ് സർവീസ്, അത് PSC തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, ഇന്ത്യയിലെ ഡിഫറെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേറ്റ് പ്രൈവറ്റ് കോളേജസ് ഉണ്ട്, കോർപ്പറേറ്റ് എടെക് ഫാംസ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് നമ്മൾ മുമ്പോട്ട് നോക്കിയിരിക്കുക. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു ബെഞ്ച് മാർക്ക്, ഒരു ക്രെഡിബിലിറ്റിയാണ് അവിടെ വേണ്ടത്. രണ്ടാമത്തെ കേസ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫെലോഷിപ്പ് കിട്ടും. നെറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, PhDക്ക് അപ്ലൈ ചെയ്യാം. 1 വർഷത്തിനകം അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഫെലോഷിപ്പുകൾ ഉണ്ടാവും. നെറ്റിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി ഫോർ എവർ ആണ്. ഓക്കെ, ഫോർ എവർ ആണ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടാവും, നെറ്റിന്റെ സർട്ടിഫിക്കറ്റിന്റെ വാലിഡിറ്റി നമുക്ക് ജീവിതകാലം മൊത്തം ഉണ്ടാകും. ബേസിക്കലി അടിസ്ഥാനപരമായി ഏറ്റവും ലാസ്റ്റ് കേസ്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സിന്റെ ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ നോക്കുക, ക്വാളിഫൈഡ് ഫോർ മെനി ജോബ് റോൾസ്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്. അതായത് അടിസ്ഥാനപരമായി നമ്മൾ നെറ്റിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരുപാട് ജോബ് റോൾസിന് വേണ്ടിയിട്ട് ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. നവരത്ന കമ്പനീസ് ആയിക്കോട്ടെ, എടെക് ഫാംസ് ആയിക്കോട്ടെ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആയിക്കോട്ടെ, ഒരു നെറ്റുള്ള ആള്, PG കഴിഞ്ഞ് നെറ്റുള്ള ആള് എന്ന് പറയുമ്പോൾ, കാരണം നമ്മൾ പറഞ്ഞു ടോട്ടൽ 6% മാത്രമാണ് നമുക്ക് എന്തുള്ളത്, ടോട്ടലി ഇന്ത്യയിൽ ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു എക്സാം വിൻഡോയില് 6% മാത്രം ആൾക്കാർക്കാണ് ഇത് പാസ്സാകാൻ പറ്റുന്നത്. അപ്പോൾ വിച്ച് മീൻസ് ഹീസ് അക്കാഡമിക്കലി എക്സലന്റ്. ഇങ്ങനെ അക്കാഡമിക്കലി എക്സലന്റ് ആയ ആൾക്കാരെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസ്. മാത്രമല്ല സർട്ടിഫിക്കറ്റിന്റെ ക്രെഡിബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കാഡമിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പെർമനന്റ് ഫാക്കൽറ്റി. നമ്മളൊരു കോളേജിൽ UGC നെറ്റ് ക്ലിയർ ചെയ്ത് പെർമനന്റ് ഫാക്കൽറ്റി ആയി കഴിഞ്ഞാൽ നമുക്കൊരു പെർമനന്റ് ജോബ് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടും. നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കും, അതിനുശേഷം അസോസിയേറ്റ് പ്രൊഫസർ ആകും, അതിനുശേഷം ഫുൾ ടൈം പ്രൊഫസർ ആകും. നമുക്ക് അങ്ങനെയുള്ള പ്രൊമോഷൻസിനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. അതിനുശേഷം സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാം, നമുക്ക് റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യാം. ഇന്ത്യയിലും വിദേശത്തും ഒക്കെ ആയിട്ട് ഒരുപാട് കോൺഫറൻസുകളിൽ പങ്കെടുക്കാം. ഒരുപാട് ഗവൺമെന്റിന്റെ തന്നെ അല്ലെങ്കിൽ ഒരുപാട് ഏജൻസീസിന്റെ ഹെഡായിട്ടിരിക്കാം. നമുക്ക് ഒരുപാട് റിസർച്ച് പ്രോജക്റ്റിൽ എന്ത് ചെയ്യാം, ഭാഗമാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗവൺമെന്റ് ക്ലിയർ ആയിട്ട് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരമുള്ള എല്ലാ റിസർച്ചിലും നമുക്ക് ഭാഗമാകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും പല ഗവൺമെന്റിന്റെ മുമ്പോട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അക്കാഡമീഷ്യൻസ്, ഫാക്കൽറ്റീസ് ഒക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഓരോ പരിസ്ഥിതി പഠനത്തിനൊക്കെ വരുമ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള NIT ആയിരിക്കും ഏൽപ്പിക്കുന്നത്. പുതിയ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ, എടെക് ഫേംസ് അല്ലെങ്കിൽ എടെക് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യണമെങ്കിൽ IIM പോലെയുള്ള അല്ലെങ്കിൽ പാലക്കാട് IIT പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയാണ് സമീപിക്കുന്നത്. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിലാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ PhD നേടി നമ്മളൊരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പ്രൊഫസർ ആയിട്ടിരിക്കുകയാണെങ്കിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് മാരകമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര അടിപൊളിയായിട്ടുള്ള സിലബസ് ഡിസൈൻ ചെയ്യുക, അവരുടെ കരിക്കുലം ഡിസൈൻ ചെയ്യുക. നമ്മൾ ഒരു അക്കാഡമീഷ്യൻ ആകുമ്പോൾ, ടീച്ചർ ആകുമ്പോൾ നമ്മൾ 1-2 പേരെയല്ല പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയുള്ള റിസർച്ച് നടത്തുമ്പോൾ 1-2 പേർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു ജനറേഷന് വേണ്ടി, പബ്ലിക്കിന് മൊത്തത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അതാണ് നെറ്റിന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും അക്കാഡമിക് ബെനിഫിറ്റ്സും. ഇനി നമ്മൾ പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ JRFന്റെ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സും അക്കാഡമിക് ബെനിഫിറ്റ്സും എന്തൊക്കെയാന്ന് പറയുന്നത്, ആദ്യത്തെ 2 വർഷം ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആണ് പറയുന്നത്. ആദ്യത്തെ 2 വർഷം മാസം 37,000 രൂപ നമുക്ക് ക്ലിയർ ആയിട്ട് ഓരോ മാസവും സ്റ്റൈപ്പൻഡ് ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് ഫൈനാൻഷ്യലി നമ്മൾ നോക്കുമ്പോൾ. കാരണം നമ്മളൊരു 22-ാമത്തെ 23-ാമത്തെ വയസ്സിലൊരു ജോലിക്ക് പോകുമ്പോൾ, ഒരു ജോബിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന എൻട്രി ലെവൽ പേറോളിനെക്കാളും ഒരുപാട് ഹയർ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, JRFന് നമുക്ക് കിട്ടുന്ന ഫെലോഷിപ്പ്. 2 കൊല്ലം കഴിയുമ്പോൾ 42,000 രൂപയാവും ബാക്കിയുള്ള PhD തീർക്കുന്ന 5-ാമത്തെ കൊല്ലം അല്ലെങ്കിൽ 6-ാമത്തെ കൊല്ലം വരെ. ഓരോ മാസവും നമുക്ക് ഹൗസ് റെന്റ് അലവൻസ് കിട്ടും, കണ്ടിജൻസി ഗ്രാന്റ് കിട്ടും, മെഡിക്കൽ കവർ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് ഗ്രാന്റ്സും ഒരുപാട് അസിസ്റ്റൻസും ഒക്കെ നമുക്ക് ഫൈനാൻഷ്യലി എന്ത് കിട്ടും, JRFൽ കിട്ടും. അതുപോലെ തന്നെ അൺകണ്ടീഷണൽ ആണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്കിത് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, ആർക്കും അങ്ങനെ വരാറില്ല, വരാതിരിക്കട്ടെ, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് നിർത്തേണ്ട വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ബോണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് നമുക്ക് എന്തില്ല ഉണ്ടാകത്ത് ഇല്ല. അപ്പൊ അത് നമ്മൾ ഏറ്റവും ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് നമുക്കുള്ള ഒരു സംഭവമാണ്. ഓക്കെ, രണ്ടാമത്തെ കേസിന്റെ അക്കാഡമിക് ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 അക്കാഡമിക് മെറിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഫെലോഷിപ്പ് ആണ് JRF. നമ്മൾ ക്വാളിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ്. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് ഹ്യൂജ്.
IITസിൽ IIMസിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലൊക്കെ JRF ഹോൾഡറെയാണ് അവർ PhDക്ക് ആയിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ കോഴിക്കോട് IIM നോക്കാം, കോഴിക്കോട് NIT നോക്കാം. ഓക്കെ, അതുപോലെ ഇന്ത്യയിലെ ഡിഫറെന്റ് NITs IIMs ഒക്കെ നോക്കാം, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പഠിച്ചത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് PG. ഞാൻ PG കഴിഞ്ഞതിന് ശേഷമാണ് നെറ്റ് ക്വാളിഫൈ ചെയ്ത്. ഞാൻ അന്നും ഇന്നും പോണ്ടിച്ചേരിയിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ JRF ഹോൾഡേഴ്സിനെ മാത്രമാണ് PhDക്ക് വേണ്ടി അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരാണ് അവിടെ വേണ്ടത്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ വേണ്ടത്. IIMസിലാണെങ്കിലും അങ്ങനെ തന്നെ, നമുക്ക് വേറെ എൻട്രൻസുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും എക്സലന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ക്ലിയർ ആയിട്ട് അവിടെ പഠിക്കാനും റിസർച്ച് ചെയ്യാനും നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് മുമ്പോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കോൺഫറൻസുകൾക്ക് പങ്കെടുക്കാനുള്ള ഫണ്ടിങ്സ്, അതിനുള്ള ഓപ്ഷൻസ്, ഇതൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇപ്പം കോഴിക്കോട് IIMൽ PhD ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ കൂടെ പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ, ജൂനിയേഴ്സ് ഒക്കെ. അപ്പൊ അവർക്കൊക്കെ കഴിഞ്ഞ ദിവസം ഫൈനാൻസിലെ ആൾക്കാർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിസിറ്റ് ചെയ്യാം. അതും ഫുൾ എക്സ്പെൻഡിച്ചറും കാര്യങ്ങളും ഒക്കെ IIM തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് കോഴിക്കോട് നിന്ന് അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, അക്കോമഡേഷൻ, എല്ലാ കാര്യങ്ങളും. അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള ഒരു വലിയൊരു സംരംഭം നമുക്ക് കാണാനും അവിടുത്തെ കോൺഫറൻസുകളിൽ പങ്കെടുക്കാനും റിയൽ ടൈമിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനും നമുക്ക് സഹായിക്കും. സോ നമുക്ക് ഫാക്കൽറ്റി മാത്രമല്ല, നാളെ റിസർച്ചർ ആകാം, സയന്റിസ്റ്റ് ആകാം, പോളിസി മേക്കർ ആകാം, ഗ്ലോബൽ റോൾസിലോട്ടൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന വളരെ വലിയൊരു ഓപ്ഷനാണിത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, രഘുറാം രാജൻ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന RBI ഗവർണറാണ്. പുള്ളി പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് പഠിപ്പിച്ചിട്ടുണ്ട്. RBIയുടെ ഗവർണറായി, ഡിഫറെന്റ് വേൾഡ് ബാങ്കിന്റെ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ഒക്കെ അവിടെയൊക്കെ സേവനം അനുഷ്ഠിച്ച മനുഷ്യനാണ്. അപ്പൊ നമ്മുടെ ഗ്രോത്ത് ലെവൽ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലാണ്. അതെങ്കിൽ ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് ഗ്രോ ചെയ്യാം എന്നുള്ള കേസാണ് നമ്മൾ ക്ലിയർ ആയിട്ട് JRF ക്വാളിഫൈ ചെയ്യുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കേസ്, ഞാൻ പറഞ്ഞ കേസ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്തേ. ബോർ അടിപ്പിക്കുന്നുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്തേ. ബോർ അടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ എല്ലാരും? ഹാപ്പി അല്ലേ? ദേവനന്ദ പറഞ്ഞു നോ മീൻസ് ഹാപ്പി അല്ലെന്നാണോ? ഓക്കെ, താങ്ക് യു അലൻ. ഓക്കെ ഫുൾ സെറ്റ്, താങ്ക് യു. ഓക്കെ, സോ നമ്മൾ പറയുന്ന കേസ് എന്ന് പറഞ്ഞാല് ഈ എക്സാമിനെ സംബന്ധിച്ചിടത്താണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? ഇതിന് കുറച്ച് രസകരമായിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോപിക മിസ് ഓൾറെഡി നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരീക്ഷയാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് പഠിക്കാം, നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. പക്ഷെ അതിന് നിങ്ങൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവും. സംശയങ്ങൾ ഇപ്പൊ ഗൂഗിൾ ഫോം ഇടുക. ഗൂഗിൾ ഫോമിൽ നിങ്ങൾ സംശയങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ എന്ത് ചെയ്യും, ആ സംശയങ്ങൾ ക്ലിയർ ആയിട്ട് ആ ഫോം ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ സെഷന്റെ എൻഡോടുകൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സംശയങ്ങൾ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് പോകും. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്. അപ്പൊ ഗൂഗിൾ ഫോം ഇപ്പൊ ചാറ്റ് ബോക്സിൽ ഇടും. നിങ്ങൾ ആ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് പോകാം. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് പോകാം. അപ്പൊ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമുക്കൊരു റൂട്ട് മാപ്പ് വേണം. ഇതിനു മുന്നേ നെറ്റിന് എക്സാം എഴുതിയ ആൾക്കാർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ, ഹാൻഡ് റൈസ് ചെയ്യുകയോ ചെയ്യാവോ? എക്സാം എഴുതിയ ആൾക്കാര് ജോർജ് ഉണ്ട്. അവിടെ ചാറ്റ് ബോക്സിൽ ഫോം വന്നിട്ടുണ്ട് കേട്ടോ. ഡൗട്ട് ഉള്ളവർ ആ ഫോമിനകത്ത് ഒന്ന് പോസ്റ്റ് ചെയ്യണേ. ജോർജ് ഉണ്ട്, കമൽജിത്ത്, രണ്ടുപേര്, ഷെറിനുണ്ട്, ആസിയുണ്ട്. ഓക്കെ, കുറച്ച് പേരേ ഉള്ളൂ തോന്നല്ലേ. ബാക്കി എല്ലാ അശ്വരിയുണ്ട്. ഓക്കെ, കുറച്ചധികം പേരുണ്ട് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ഒരുപാട് പേര് എക്സാം എഴുതിയ ആൾക്കാരാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഈ എക്സാം എഴുതിയപ്പോ 1-2 പേര് തേർഡ് അറ്റംപ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്റെ 5th അറ്റംപ്റ്റില് നെറ്റ് ക്വാളിഫൈ ചെയ്ത്. അതിന് മുമ്പ് 2 പ്രാവശ്യം 0.2-നും 0.5-നും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തതാണ്. 5ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ക്വാളിഫൈ ചെയ്ത്. 5ാമത്തെ അറ്റംപ്റ്റിൽ. അവിടെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് അടിക്കാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഉള്ളൂ. ഓക്കെ ആണോ? ഇപ്പൊ ചെറിയൊരു ആശ്വാസം കിട്ടിയോ നിങ്ങൾക്ക്? നമുക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ലേ? എടാ തോന്നിയില്ലേ? ഞാൻ സീരിയസ് ആയിട്ടൊരു ചോദ്യം ചോദിക്കുമല്ലേ, നിങ്ങൾ പറയടാ. യെസ്, അതെ കമോൺ. അതാണ് സംഭവം. ഒന്നാമത്തെ കേസ്, അതെ, നമ്മളിത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കേസാണ് പ്രധാനപ്പെട്ട സാധനം. ഓക്കെ, ഒന്നാമത്തെ കേസ്, നമുക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരൻ കാണും. മിക്കവർക്കും കൂട്ടുകാരൻ കാണും. അതായത് ഒരുപാട് കൂട്ടുകാർ കാണും. ഞാൻ പറയുന്ന ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു കൂട്ടുകാരൻ ഉണ്ടോ നോക്കുക. പരീക്ഷയുടെ തലേദിവസം ഒരാഴ്ച മുമ്പ് ഇവൻ ലോകത്തില്ലാത്ത മെറ്റീരിയൽ എല്ലാം കൂടെ നമുക്ക് തരത്തില്ല. അങ്ങനെയുള്ള കൂട്ടുകാരുള്ള ആൾക്കാരുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ദയവ് ചെയ്ത് ആ പരിപാടി ഇവിടെ പിടിക്കരുത്, നടക്കൂല.
നമ്മൾ സിലബസിനെ ബേസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് അതിന്റെ ഓപ്ഷൻസ് അനലൈസ് ചെയ്ത് നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് നമുക്കറിയാവുന്ന ഏരിയാസ് കാണും, നമുക്ക് തീരെ അറിയത്തില്ലാത്ത ഏരിയാസ് കാണും, നമുക്കറിയാം എന്ന് വിചാരിക്കുന്നിടത്തൊന്നും സ്ഥിരമായിട്ട് മാർക്ക് പോകുന്ന ഏരിയാസും കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്റ്റഡി മെറ്റീരിയലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും അതിൻ്റെ അകത്താണ് കറക്ഷൻസ് വരുത്തേണ്ടതും അപ്ഡേഷൻസ് വരുത്തേണ്ടതും. ദയവേദി ലോകത്തുള്ള എല്ലാ സാധനങ്ങളും കൂടെ എടുത്തിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യാം എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ JRF ക്വാളിഫൈ ചെയ്യുക എന്നതാണ്. അല്ലെങ്കിൽ ഈ സബ്ജക്ട് മൊത്തം പഠിച്ചു തീർത്തിട്ട് മെയിൻ ആകുക എന്നതല്ല. മെയിൻ ആകണം. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മെയിൻ ആകാൻ പറ്റും. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ എന്നാ ചെയ്യേണ്ടത്? എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. JRF ക്വാളിഫൈ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? സിമ്പിൾ സാധനമാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ സാധനം. അതായത് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നമ്മുടെ പോയിന്റ് എന്തായിരിക്കണം? എക്സാം ക്വാളിഫൈ ചെയ്യുന്ന തന്നെയായിരിക്കണം നമ്മുടെ പോയിന്റ്. ഓക്കെ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കേണ്ട സാധനം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ഓൺ ഹൈ ഈൽഡ് ഏരിയാസ്. ഓക്കെ, എല്ലാ തവണയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യത്തൊന്നുമില്ല, പക്ഷേ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. ഓക്കെ, റിപ്പീറ്റഡ്ലി. ഫോർ എക്സാമ്പിൾ പേപ്പർ 1ന്റെ കേസ് ആണെങ്കിൽ നമ്മുടെ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എല്ലാ വർഷവും ആ ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം വരും. എല്ലാ വർഷവും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും എടുത്ത് നോക്കിയാൽ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ വരും. മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. കമ്മ്യൂണിക്കേഷന്റെ കേസിൽ നമ്മൾ എല്ലാ വർഷവും ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ പെർസെന്റേജ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ അഡിഷന്റെ കാൽക്കുലേഷൻ മൾട്ടിപ്ലിക്കേഷന്റെ കാൽക്കുലേഷൻ ഒക്കെ വരും. ഓക്കെ, ഇതൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ഏരിയ. എല്ലാ തവണയും ചോദിക്കുന്ന ഒരു കേസ് ഉണ്ട്. ഒരു ടീച്ചർ ലേണർ റിലേഷൻഷിപ്പ് അല്ലെ ക്ലാസ് റൂം ലേണിംഗ് അല്ലെ ക്ലാസ് റൂം ടീച്ചിങ്, ക്ലാസ് റൂമിലെ ബന്ധം എങ്ങനെയായിരിക്കണം, ക്ലാസ് റൂമിലെ ടീച്ചിങ് മെക്കാനിസം എങ്ങനെയായിരിക്കണം, ഒരു ചോദ്യം എല്ലാ തവണയുണ്ട്. റിസർച്ച് പാരഡിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എല്ലാ തവണയുണ്ട്. പക്ഷേ ഈ ചോദ്യം വാട്ട് ഈസ് യുവർ നെയിം പോലുള്ള ഡയറക്റ്റ് ചോദ്യം ആയിരിക്കത്തില്ലെന്നുള്ളൂ. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരും. ഓക്കെ, മൂന്നാമത്തെ കേസ് സിലബസ് കറക്റ്റ് സമയത്ത് നമ്മൾ തീർക്കുക. നമുക്കൊരു സ്ട്രാറ്റജി വേണം, ടൈം ഫ്രെയിം വേണം. ആ ടൈം ഫ്രെയിമിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, എല്ലാ എക്സാംസും ഒരു സമയബന്ധിതമായിട്ടാണ്. ഇവിടെ പഠിക്കുന്ന കേസിലടക്കം നമ്മൾ സമയബന്ധിതമായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ച് ക്ലിയർ ചെയ്യണം. നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ PYQs കിഡിലമായിട്ട് അനലൈസ് ചെയ്യണം. കിഡിലമായിട്ട് അനലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഓരോ എക്സാംസിന്റെ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത്. നിങ്ങൾ ഈ സംഭവം കേട്ടിട്ടുണ്ടോ? എക്സാമിന്റെ കട്ട് ഓഫ് കൂടി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ആരും ഒന്നും പറയുന്നില്ല. ഒരു ലൈക്ക് വന്നു. കേട്ടിട്ടുണ്ട്. ഓക്കെ, എക്സാമിന്റെ കട്ട് ഓഫ് കൂടി എന്ന് പറയുന്നത് ഓരോ തവണ എക്സാമിന്റെ കട്ട് ഓഫ് മിക്ക പ്രാവശ്യം കൂടാറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ എഴുതിയ എക്സാമിന്റെ സംഭവം വെച്ച് നോക്കുമ്പോൾ അവിടത്തെക്കാളും ക്വാളിഫിക്കേഷൻ മാർക്ക് കൂടുതലായിരിക്കും. അപ്പൊ ഓരോ തവണയും ഇത് കൂടി പോവാം. നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓരോ തവണയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകണം എങ്ങനെയാണ് ഈ സാധനം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണം, നമുക്കൊരു സ്റ്റുഡന്റ് മെന്റർ വേണം, നമുക്ക് നല്ല ക്ലാസ്സുകൾ വേണം, നമുക്ക് നല്ല കോൺസെപ്റ്റ്സ് ക്ലിയർ ആകണം. കോൺസെപ്റ്റ്സ് ആപ്ലിക്കേഷൻ ലെവലിൽ ഇന്റലക്ച്വലി നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ സാധനം ക്ലിയർ ആവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആകത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു തിയററ്റിക്കൽ പരീക്ഷയോ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയോ അല്ല. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ ക്ലിയർ ആയോ? നമ്മുടെ ബേസിക്സ് ആണ് ഇവിടെ പറയുന്നത്. നമ്മുടെ റൂട്ട് മാപ്പ് എങ്ങനെയായിരിക്കണം ഈ പരിപാടി എന്നാണ് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയോ? എല്ലാവരും ലൈക്കൊക്കെ അടിക്കും. ക്ലിയർ ആയി. എല്ലാവരും ക്ലിയർ ആയില്ലേ? ഓക്കെ, നമുക്ക് ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വസ്റ്റ്യൻസിന്റെ ടൈപ്സ്. നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് യുവർ നെയിം പോലെയുള്ള ചോദ്യങ്ങളോട് വരാറില്ല, അല്ലെങ്കിൽ നേരിട്ടുള്ള നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസിനെ കാണുന്ന കൊണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ വരാറില്ല. നമുക്കൊരു 8 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക, 8 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും ഓരോ ടൈപ്പ് സ്ട്രാറ്റജി ആയിരിക്കും. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും ഓരോ മെക്കാനിസം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടൈപ്പ്, നമുക്ക് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിപ്പോ ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, അത് നമുക്ക് ഒരു 4 ഓപ്ഷൻസ് ഈ സൈഡിലും 4 ഓപ്ഷൻസ് ഇപ്പുറ സൈഡിലും കാണാം. നമ്മൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ആ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ കേസ് ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഡിഫറെന്റ് കാര്യങ്ങൾ
ഓരോ സംഭവങ്ങളും സംഭവിച്ചതിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രോണോളജിക്കൽ ഓർഡറിലുള്ള സംഭവങ്ങൾ കാണും. ഓക്കെ, അതായത് ഇപ്പം 1-ാം പാനിപ്പത്ത് യുദ്ധം, അതിനുശേഷമാണ് 2-ാം പാനിപ്പത്ത് യുദ്ധം, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സംഭവങ്ങൾ. നമ്മൾ ഹിസ്റ്ററിയിൽ ഓരോ സംഭവങ്ങൾ പഠിക്കത്തില്ലേ, അത് നമുക്ക് ന്യൂമോണിക്സ് കോഡ് ഭാഷകളിൽ പഠിക്കാം, അല്ലെങ്കിൽ ഓരോ സംഭവങ്ങളുടെ കഥയായിട്ട് ഓർത്തിരുത്തി പഠിക്കാം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് വരും. 3-ാമത്തത് മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ്. കിടിലൻ ചോദ്യമാണ് മോനെ, കൺഫ്യൂഷൻ അടിക്കുന്ന മെയിൻ സാധനമാണ്. മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞാല്, ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ അല്ല ഉള്ളത്, 3-4 ഓപ്ഷൻസ്. അതിൻ്റെ അകത്ത് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഉള്ള കാര്യം ഇതൊരു കോമ്പിനേഷൻ ആണ്, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഒരു 4 ABCD എന്ന് പറയുന്ന ഓപ്ഷൻസിന്റെ അകത്ത് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ആയിരിക്കും വരുന്നത്. റൈറ്റ് കോമ്പിനേഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, റൈറ്റ് കോമ്പിനേഷൻ. ഓക്കെ, അതുപോലെ തന്നെ റീഡിംഗ് കോമ്പിനേഷൻ സ്കോർ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്താൽ ഇതുപോലെയുള്ള പരിപാടി വേറെ ഇല്ല. 5 ക്വസ്റ്റ്യൻ വരും, 10 മാർക്ക് പേപ്പർ 1-ൽ, അതുപോലെ തന്നെ 5 ക്വസ്റ്റ്യൻ പേപ്പർ 2-ലും കാണും. മൊത്തം 20 മാർക്ക് അടിക്കാൻ പറ്റുന്ന പരിപാടിയാണ് റീഡിംഗ് കോമ്പിനേഷൻ. പേപ്പർ 1-ൽ ഒരു പാസേജ് കാണും, പേപ്പർ 2-ൽ ഒരു പാസേജ് കാണും. കുറച്ച് പേരൊക്കെ ലെഫ്റ്റ് ആകുന്നതുകൊണ്ട് ലെഫ്റ്റ് ആകരുത്. നിങ്ങൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള പ്രിപ്പാക്ക്, ഫ്രീ ആയിട്ടുള്ള ഇ ബുക്ക്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആരും മിസ്സാകരുത്, ലോട്ടറിയാണ്, കളയരുത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മൊത്തം സൊല്യൂഷൻ അടക്കം സോൾവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ തരും. അതുപോലെ തന്നെ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, ടെസ്റ്റ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആരും ലെഫ്റ്റ് ആകരുത്, ഫുള്ള് സംഭവം കണ്ടിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അപ്പൊ റീഡിംഗ് കോമ്പിനേഷൻ ബേസ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത സെറ്റിൽ നമ്മൾ പോകുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ആണ്. ട്രൂ ഓർ ഫോൾസ് നമുക്കറിയാം, 2 സ്റ്റേറ്റ്മെന്റ് തരും. ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്. ചിലപ്പോൾ 2 ശരിയാണ്, 2 തെറ്റാണ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും. വായിച്ചാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ കിളി പോകും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ തരുമായിരിക്കും, ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള. ഫോർ എക്സാമ്പിൾ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പിന്റെ ക്ലാസ് റൂം, അതെങ്ങനെയായിരിക്കും, ഡയറക്റ്റ് ചോദ്യമായിരിക്കും. നെക്സ്റ്റ് വൺ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. നമുക്കൊരു ടേബിൾ തരും, അല്ലെങ്കിൽ ഗ്രാഫ് ആയിരിക്കും, അതിന്റെ ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങളായിരിക്കും. ബേസിക് മാത്സ് അറിയാമെങ്കിൽ കിടിലമായിട്ട് ചെയ്യാം. ആഡ് ചെയ്യാൻ, സബ്സ്ട്രാക്ട് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, പെർസെന്റേജ് കണ്ടുപിടിക്കാൻ, ഡിവൈഡ് ചെയ്യാൻ അറിയാമെങ്കിൽ 5 ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ട് ആണ് മക്കളെ. 10 മാർക്ക് ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇന്റർപ്രിട്ടേഷൻ ഏറ്റവും ഈസി ആയിട്ട്. അസർഷൻ റീസണിങ് 2 സ്റ്റേറ്റ്മെന്റുകൾ വരും. ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ബാക്കിയായിരിക്കും 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3-ാമത്തെ ഓപ്ഷൻ 2 തെറ്റാണ്, 4-ാമത്തെ ഓപ്ഷൻ 2 ശരിയാണ്. അങ്ങനെയായിരിക്കും. ഈ അസർഷൻ റീസണിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് 1-ഉമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കണം സ്റ്റേറ്റ്മെന്റ് 2. അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ആദ്യം ഒരു കാര്യം പറയുന്നതും രണ്ടാമതൊരു കാര്യം പറയുന്നതും തമ്മിൽ കണക്ഷൻ വേണം, ശരിയുമായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്കത് ഇതിന്റെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അതെങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഇത്ര കേസ് നമ്മൾ പറഞ്ഞു. നമ്മൾ സിലബസിനെ കുറിച്ച് പറഞ്ഞു ഇല്ലല്ലോ. സിലബസിന്റെ കേസ് ആരും ചോദിച്ചാൽ എല്ലാവർക്കും സിലബസ് അറിയാമോ? സിലബസിനെ കുറിച്ച് പറയണ്ടേ? പറയണോ? പറയണം. ഓക്കെ, അപ്പൊ സിലബസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 1-ാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 10 മൊഡ്യൂളാണ് പേപ്പർ 1-ലുള്ളത് കേട്ടോ. നമുക്ക് 2 ഏരിയ ഉള്ളതെന്ന് അറിയാമല്ലോ, പേപ്പർ 1-ഉം പേപ്പർ 2-ഉം അല്ലേ. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ പേപ്പറും, പേപ്പർ 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്ജക്ട് പേപ്പറും. ഓക്കെ, സിലബസ് മാറിയിട്ടില്ല. പക്ഷേ സിലബസ് ഒക്കെ 2019 മാറിയത്, 26 ആയി. ഏത് നിമിഷം സിലബസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ പേപ്പർ 1-ഉം പേപ്പർ 2-ഉം 2 ഓപ്ഷൻ ഉണ്ടെന്ന്, 2 പേപ്പർ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. പേപ്പർ 1-ലുള്ള സബ്ജക്ട് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം, ലേണർ എങ്ങനെയാണ്, സ്റ്റുഡന്റ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ നല്ല രീതിക്ക് ടീച്ചിങ് ചെയ്യാൻ പറ്റും, ടീച്ചിങ് മെക്കാനിസംസ് എന്തൊക്കെയാണ്, അതിന്റെ ടൂൾസ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ബ്ലൂംസ് ടാക്സോണമി എന്തൊക്കെയാണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാക്കേണ്ടത്, ഇവാലുവേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടീച്ചിങ്ങിൽ പറയുന്നത്. 2 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അതായത് നമ്മൾ JRF ക്വാളിഫൈ ചെയ്ത് PhD റിസർച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ റിസർച്ചിന്റെ ബേസിക്സ് എന്തൊക്കെയാണ്, അല്ലെ റിസർച്ച് എങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും, റിസർച്ചിന്റെ മെത്തഡോളജി എന്താണ്, റിസർച്ചിന്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിന്റെ പാരഡിംസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈറ്റേഷൻ എന്താണ്, റെഫറൻസ് എന്താണ്, പ്ലേയേഴ്സ് എന്താണ്, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് റിസർച്ച് ചെയ്യേണ്ടത്, എത്തിക്കൽ റിസർച്ച് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പറയുന്നത്. 3-ാമത്തെ കേസ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ബേസിക് കമ്മ്യൂണിക്കേഷന്റെ പ്രിൻസിപ്പിൾസ്, അതിന്റെ ടൈപ്സ്, അതിനെക്കുറിച്ച് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സിലബസിന്റെ PDF ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, എക്സ്റ്റെൻഡഡ് വെർഷൻ നമ്മൾ ഷെയർ ചെയ്യാം. എക്സ്റ്റെൻഡഡ് വെർഷൻ ഓരോ ടോപ്പിക് എന്തൊക്കെയാണെന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് വെർഷൻസ് നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം 4-ാമത്തെ മൊഡ്യൂളാണ് നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പാസേജ് തരും, ആ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. നല്ല രീതിക്ക് അനലൈസ് ചെയ്ത് നല്ല കോൺസെൻട്രേഷൻ കൊടുത്ത് വായിക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഒരു ഏരിയ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം
ക്ലിയർ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്ന ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നമുക്കൊരു ടേബിൾ കാണും, ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കലുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് മാത്തമാറ്റിക്കൽ റീസണിങ്. മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത് ബേസിക് മാത്സിന്റെ സാധനങ്ങൾ. ഒരാൾ ഇവിടുന്ന് അവിടെ പോയി, അവിടുന്ന് ഇവിടെ വന്നു, അല്ലെങ്കിൽ X+Y=Z അങ്ങനെയുള്ള ബേസിക് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് ടൈം, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് അവിടുന്ന് വരുന്നത്. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഷുവർ ഷോട്ട് ആയിട്ട് അടിക്കാൻ പറ്റുന്ന പരിപാടിയാണ് അതൊക്കെ. പിന്നെ ലോജിക്കൽ റീസണിങ്, അവിടെ ഗ്ലോബൽ ലോജിക് ഉണ്ട്, ഇന്ത്യൻ ലോജിക് ഉണ്ട്, അനുമാന പ്രമാണ, അതുപോലെ തന്നെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ. നമ്മൾ അങ്ങനെ വലുതായിട്ട് പഠിക്കാത്തൊരു ഏരിയയാണ്, പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാം. വലിയ പാടുള്ള കേസൊന്നും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതിനുശേഷം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ICT ഏറ്റവും പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്തൊക്കെയാണ്. അതിന്റെ പണ്ട് തൊട്ട് കമ്പ്യൂട്ടർ ഉണ്ടായ കാലം തൊട്ട് ഇന്ന് രാവിലെ പരീക്ഷയുടെ അന്ന് രാവിലെ തന്നെ ഇറങ്ങി നമ്മളിപ്പോൾ പഠിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ അവിടെയുണ്ട്. ഇപ്പൊ നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പൊ ബേസ്ഡ് ചോദ്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ജിമെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുതിയ സോഫ്റ്റ്വെയർസ്, പുതിയ ടൂൾസ്, ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. പിന്നെ നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവറോൺമെന്റ്. നമ്മുടെ എൻവറോൺമെന്റ് എങ്ങനെയാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്തൊക്കെയാണ്, മില്ലിയനിയർ ഡെവലപ്മെന്റ് ഗോൾസ് എന്തൊക്കെയാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മെക്കാനിസം ഉണ്ട്, ന്യൂമോണിക്സ് വെച്ച് കോഡഡ് രീതിയിൽ, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ, കഥകളുടെ രീതിയിലൊക്കെ ഇടയ്ക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ സാധനം ചുമ്മാ വായിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ച് അനലിറ്റിക്കലി ബുദ്ധി ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് വേറൊരു സംഭവം. ലാസ്റ്റ് ആണ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, അവിടുത്തെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളത്, നമ്മുടെ ഗവൺമെന്റിന്റെ പോളിസീസ്, എഡ്യൂക്കേഷൻ പോളിസീസ് എന്തൊക്കെയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ 10 മൊഡ്യൂളിലും പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് ഓടിച്ച് ഞാനൊന്ന് പറഞ്ഞതാണ്, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? നമുക്ക് ഇച്ചിരി പഠിക്കാനുണ്ടെന്ന് മനസ്സിലായോ? നമുക്ക് ഇച്ചിരി പഠിക്കാനുണ്ട്, അറിയാത്ത ഒരുപാട് ഏരിയ ഉണ്ട്, നമ്മൾ ഇതുവരെ പഠിക്കാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു സ്ട്രാറ്റജി, ജസ്റ്റ് ഒരു സ്ട്രാറ്റജി പറഞ്ഞു, ജസ്റ്റ് ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ. ജസ്റ്റ് ഒറ്റ എലിമിനേഷൻ മെത്തേഡ്, PYQ എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള, അല്ലെങ്കിൽ എക്സാംസിന് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ള ജസ്റ്റ് ഒരു ഒറ്റ സ്ട്രാറ്റജിയാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതില് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കേസുണ്ട്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇന്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്? അഡോളസൻസിന്റെ ഇന്റലക്ച്വലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വേരിയേഷൻ ഇമോഷണൽ മൂഡ്സ്, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ, ഇൻക്രീസ് ഇൻ സ്പാൻ ഓഫ് അറ്റൻഷൻ, ഇൻക്രീസ് ഇൻ പൾസ് റേറ്റ്, ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്. നിങ്ങൾ ഇവിടെ ഈ ഓപ്ഷൻസ് കണ്ടോ, A and D, A B C and D, C and E, D A C D and E. ഇത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അപ്പൊ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ ഒരുപാട് ചെയ്താലേ നമുക്കത് വർക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് എലിമിനേഷൻ സ്ട്രാറ്റജി വെച്ച് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാല് എക്സ്പ്ലെയിൻ ചെയ്യാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി ഇന്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസെന്റ്? അതായത് ഒരു കൗമാരക്കാരന്റെ ഇന്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഭൗതികപരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അയാളുടെ ഇമോഷൻസ് അതിൽ വേരി ചെയ്യും. ഇന്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്റലക്ച്വൽ. 2, ഇമാജിനേഷൻ കൂടും. 3, അറ്റൻഷൻ സ്പാൻ കൂടും. 4, പൾസ് റേറ്റ് കൂടും. 5, തിങ്കിങ് ആൻഡ് റീസണിങ്, ഡെവലപ്മെന്റ് ഓഫ് തിങ്കിങ് ആൻഡ് റീസണിങ്ങും കൂടും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിമിനേഷൻ മെക്കാനിസം ആണ്. നമ്മളിവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, മൾട്ടിപ്പിൾ റൈറ്റ് ആൻസർ ഉള്ള സാധനമാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്റ്റെപ്പ് 1, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധമില്ലാത്ത സാധനങ്ങളായി നമ്മൾ കണ്ടുപിടിക്കുക. അതായത് ഇന്റലക്ച്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഭൗതികപരമായിട്ടുള്ള സവിശേഷതകൾ, ഒരു കൗമാരക്കാരന്റെ ഭൗതികപരമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായിട്ട് ബന്ധമില്ലാത്ത സാധനത്തെ ആദ്യം എടുത്ത് പുറത്താക്കുക. പൾസ് റേറ്റും പ്രത്യേകിച്ച് ബുദ്ധിയായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ, പൾസ് റേറ്റ് കൂടാൻ കുറയാം, പക്ഷെ അത് ബുദ്ധിയായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉള്ള സാധനമല്ല. രണ്ടാമത്തെ കേസ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡൊമൈനിൽ വരുന്നൊരു സാധനം, ഇന്റലക്ച്വൽ അല്ല. ഓക്കെ, പിന്നെ ബാക്കിയുള്ള സാധനം നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ അറ്റൻഷൻ സ്പാൻ, അതുപോലെ തന്നെ തിങ്കിങ് ആൻഡ് റീസണിങ്. ഇത് രണ്ടും ഇന്റലക്ച്വലി വരുന്ന കാര്യമാണ്. നമ്മൾ തിങ്കിങ് ആൻഡ് റീസണിങ്, നമ്മൾ ചിന്തിച്ചിട്ടാണ് പല കാര്യങ്ങൾക്കും കാരണം കണ്ടുപിടിക്കുന്നത്, ചിന്തിച്ചിട്ടാണ് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്പാൻ ഓഫ് അറ്റൻഷൻ, നമുക്ക് കൗമാരപ്രായം തൊട്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ അറ്റൻഷൻ സ്പാൻ നമ്മുടെ കൂടും. നമ്മൾ കുഞ്ഞു പിള്ളേരെ കണ്ടിട്ടില്ല, അവർ അടങ്ങിയിരിക്കാറുണ്ടോ? ഇല്ല, ഓടി നടക്കുമായിരിക്കും, ഇല്ലേ? കാരണം അറ്റൻഷൻ സ്പാൻ കുറവാണ്. നമുക്ക് സ്കൂളിലൊക്കെ ഒരു 13, 14, 15, 16, 17 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ സ്പാൻ കൂടും. അപ്പോ ഈ റിലേഷൻ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.
ഡയറക്ട്ലി ചോദ്യവുമായിട്ട് ബന്ധമില്ലാത്ത ഓപ്ഷൻസ് ആണ് ആദ്യമേ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പൾസ് റേറ്റുമായിട്ട് ബന്ധമില്ല എന്നോ ഞാൻ എന്താ കേട്ടില്ല. ഒരു ഡൗട്ട്, ഓപ്ഷൻ ബി എന്താ വരാത്തത്? ഇമാജിനേഷനും ഇന്റലക്ച്വൽ കപ്പാസിറ്റിയും രണ്ടും രണ്ടല്ലേ? ഇമാജിനേഷൻ നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള സാധനമല്ലേ, ഇമാജിൻ ചെയ്യുമല്ലേ നമ്മള്, ആ സ്വപ്നം കാണുന്ന ഒരു സാധനമല്ലേ. ഓക്കെ 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 ക്ലിയർ. അപ്പോ നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനം വാട്ട് ഈസ് ഇന്റലക്ച്വൽ കപ്പാസിറ്റി, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ഡൊമൈൻസിൽ എന്തൊക്കെ വരും എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ PYQs സോൾവ് ചെയ്യേണ്ട രീതി. ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിൽ എങ്ങനെയാണ് ആദ്യം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കും നമ്മുടെ ക്ലാസ്സുകളിൽ. ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്താണ്, ഇന്റലക്ച്വൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെ ഇമോഷണൽ നീഡ്സ് എന്തൊക്കെയാണ്, ഓക്കെ കോഗ്നിറ്റീവ് ഡൊമൈൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു പോകും. അപ്പൊ ഇതൊരു ഒറ്റ സ്ട്രാറ്റജി, ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്ന വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം ഡേ വരെയുള്ള കേസുകൾ, എക്സാം ഡേ വരെ അല്ലെങ്കിൽ ഓരോ എക്സാംസ് എഴുതുമ്പോഴും നമ്മൾ എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള കേസുകളടക്കം നമ്മൾ പറയും. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 50 മിനിറ്റ് കൊണ്ട് നമ്മൾ പേപ്പർ 1 ക്ലിയർ ആക്കണം. നമുക്കറിയാം നമ്മുടെ എക്സാം 3 മണിക്കൂർ അല്ലെ 180 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അല്ലേ അല്ലേ മക്കളെ, ക്ലിയർ അല്ലേ? അല്ലേ? ഹലോ, ആ എല്ലാവരും ഉണ്ടല്ലോ അല്ലേ, പോയില്ലല്ലോ അല്ലേ? 180 മിനിറ്റ് ആണ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഈ 180 മിനിറ്റിൽ നമുക്ക് 150 ചോദ്യങ്ങൾ എഴുതാനുണ്ട്. പേപ്പർ 1 50 ചോദ്യം, പേപ്പർ 2 100 ചോദ്യം. ഓക്കെ, അപ്പൊ ഈ പേപ്പർ 1 50 ചോദ്യത്തില് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 50 മിനിറ്റിന് 50 ചോദ്യത്തിന് 50 മിനിറ്റ് നമ്മൾ എടുക്കാവുള്ളൂ. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി 10 മിനിറ്റ് നമ്മളവിടെ സേവ് ചെയ്യണം. ഓക്കെ, കാരണം ഈ 50 മിനിറ്റ് എടുക്കാവുന്ന ചോദിച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇപ്പം ഡയറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ മാച്ചിന്റെ ഫോളോയിങ് ഒക്കെ പെട്ടെന്ന് എഴുതാം. ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് പോലും എടുക്കത്തില്ല, പെട്ടെന്ന് എഴുതാം. പ്രാക്ടീസ് വേണം, നല്ല പ്രാക്ടീസ് വേണം, നമുക്ക് എഴുതാൻ പറ്റും. പക്ഷെ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ കുറച്ച് സമയം പോകും. ഓക്കെ, നമുക്കൊരു ഏകദേശം ഒരു 75 സെക്കൻഡ് 1 മിനിറ്റ് കൊണ്ട് ക്ലിയർ ആയിട്ട് പോവുകയാണെങ്കിൽ ബാക്കി ഒരു 15 സെക്കൻഡ് നമ്മൾ ലാഭിക്കുകയാണ്. എല്ലാം കൂടെ ലാസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഉപകരിക്കും. എന്തുകൊണ്ട് റിവ്യൂ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേപ്പർ 1 പേപ്പർ 2 ഒരുപാട് ചോദ്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് വരാറുണ്ട് ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന്. അപ്പൊ ഈ റിലേഷൻസ് നമുക്ക് ലാസ്റ്റ് റിവ്യൂ ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്. നമ്മൾ പല ഓപ്ഷൻസും മാറ്റിക്കുത്തും, കാരണം നമുക്കറിയാം ദിസ് ഈസ് നോട്ട് റൈറ്റ്, ദിസ് ഈസ് ദ റൈറ്റ്. അപ്പൊ ആ ഡിസിഷൻ എടുക്കാനുള്ള സമയം നമുക്ക് വേണം. രണ്ടാമത്തെ കേസ് ചിലപ്പോൾ നമ്മൾ റൈറ്റ് ആൻസറിലായിരിക്കത്തില്ല ഓപ്ഷൻ വെച്ചേക്കുന്നത്, ക്ലിക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, പിന്നെ നമുക്ക് ഫ്ലാഗ് ആയിട്ടുള്ള നമ്മൾ റിവ്യൂവിന് വേണ്ടിയിട്ടേക്കുന്ന ചോദ്യങ്ങൾ കാണും, അതെല്ലാം കൂടെ ഫൈനൽ ആൻസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എഴുതണം, നമുക്കവിടെ നെഗറ്റീവ് മാർക്ക് ഇല്ല. എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ എഴുതണം. 50 മിനിറ്റ്, 75 മിനിറ്റ്, 40 മിനിറ്റ്, ഫൈനൽ റിവ്യൂവിന് 15 മിനിറ്റ്. ഈ ടൈം അടക്കം നമ്മൾ മാനേജ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഓരോ ദിവസവും എക്സാം. ഒരു ദിവസം കൊണ്ട് ഈ ഒരു 50 മിനിറ്റിലോട്ട് നമ്മൾ എത്തത്തില്ല. പ്രോപ്പറായിട്ട് എക്സാം ക്വസ്റ്റ്യൻ വായിച്ച് സെറ്റ് ചെയ്തിട്ട് റെഗുലർ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രം എത്തുന്ന ഒരു ലെവലാണിത്. മനസ്സിലായോ? കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ പേപ്പർ 1 80 മാർക്കാണ് മിനിമം. അതായത് 40+ ചോദ്യങ്ങളെ നമ്മൾ ശരിയാക്കണം. അതെങ്ങനെ ശരിയാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷനും മാത്തമാറ്റിക്കൽ റീസണിങ്ങും കൂടെ തന്നെ ഏകദേശം 8 മുതൽ 12 ചോദ്യങ്ങൾ വരും. ഈ 8 മുതൽ 12 ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അവിടെ 16 മുതൽ തുടങ്ങി 24 മാർക്ക് പേപ്പർ 1 നമുക്ക് അവിടെ ഷുവർ ഷോട്ട് ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ് 24 മാർക്ക്. പിന്നെ നമുക്ക് 40ലേക്ക് എത്തണമെങ്കിൽ വെറും 16 മാർക്ക് മതി. ഓക്കെ, മീൻസ് 40ലേക്ക് എത്തണേ 16 മാർക്ക് വേണം. നമുക്ക് 80 മാർക്കാണ് വേണ്ടത്. 80 മാർക്ക് നമ്മൾ 50 ചോദ്യത്തിലെ 12 ചോദ്യം ശരിയാക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് 38 ചോദ്യമുണ്ട്. ക്ലിയർ ആയിട്ട് തിയററ്റിക്കൽ ഓപ്ഷൻസ് ഉണ്ട്. അതിന് നമുക്ക് റീഡിംഗ് കോമ്പറേഷന്റെ 5 ചോദ്യമുണ്ട്. ഷുവർ ഷോട്ട് ആയിട്ട് 5 ക്വസ്റ്റ്യൻ നമുക്ക് ശരിയാക്കാം. റെഗുലർ പ്രാക്ടീസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഇതുപോലെ വായിച്ച് പാസേജ് ഇതുപോലെ വായിച്ച് നമുക്ക് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 5 ചോദ്യമുണ്ട്. 5 ചോദ്യം നമ്മൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഏകദേശം 10 മാർക്കായി. ഓക്കെ, അതായത് ഏകദേശം 17 ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ ഏകദേശം 34 മാർക്കോളം നമ്മൾ സ്കോർ ചെയ്യും. പകുതി ക്വസ്റ്റ്യൻ എടുക്കാതെ 50ല് 17 ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ഷോട്ട് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് 17 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കേസ് ഉണ്ട്. ഓക്കെ ഓക്കെ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്. ഓക്കെ, രണ്ടാമത്തെ കേസ്. ഇനി നമ്മൾ ബാക്കിയുള്ള കേസിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ പ്രിപ്പറേഷന്റെ സ്കെഡ്യൂൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കേസ്.
നമ്മൾ മിനിമം 6 to 8 hours ആണ് പഠിക്കേണ്ടത്. 6 to 8 hours പേപ്പർ 1 പേപ്പർ 2. അതിന്റെ സ്കെഡ്യൂൾ ആണ് ഇവിടെ പറയുന്നത്. എല്ലാ ദിവസവും രാവിലെ ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുക, PYQ പ്രാക്ടീസ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. രണ്ടാമത്തെ പേപ്പർ 1 പേപ്പർ 2 പഠിക്കുക. വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റ് എടുക്കുക. മൂന്നാമത്തെ കേസ് നമ്മുടെ നോട്ട്സും ന്യൂമോണിക്സും ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് പോവുക. വീക്കിലി നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് സ്റ്റഡി, ഡെയിലി PYQ നമ്മൾ ക്ലിയർ ആക്കുക. ശനിയാഴ്ച നമ്മൾ ഫുൾ മോക്ക് ചെയ്യുക, അതായത് 3 മണിക്കൂറുടെ എക്സാം നമ്മളിരുന്ന് ചെയ്ത് നോക്കുക. ഞായറാഴ്ച എന്ത് ചെയ്യുക, മോക്കിന്റെ റിവ്യൂ നടത്തുക. ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ മനസ്സിലാക്കുക ഓരോ വീക്കിലി ടൈം ടേബിൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ. നമ്മുടെ ടാർഗറ്റ്, വീക്കിലി ടാർഗറ്റ് നമ്പർ ഓഫ് സ്റ്റഡി അവേഴ്സ് അല്ല, നമ്മുടെ ടോട്ടൽ ടോപ്പിക്കിന്റെ കവറേജ് എന്തുമാത്രം ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റഡി പ്ലാൻ അടക്കം ഓരോ വീക്കിലെയും സ്റ്റഡി പ്ലാൻ 120 ഡേയുടെ സ്റ്റഡി പ്ലാൻ അടക്കം, അല്ലെങ്കിൽ അതിന് പ്ലസ് 60 ഡേ റിവിഷൻ പ്ലാൻ അടക്കം നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ടെൻഷൻ ഒന്നും പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആയിട്ട് പറയും. ഓക്കെ, ഇനി നമ്മൾ ഇപ്പൊ എക്സാമിന്റെ ഒരു ബേസിക് സാധനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ബേസിക് സാധനങ്ങൾ മനസ്സിലായോ? അടിസ്ഥാനപരമായിട്ടുള്ള സാധനം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കേസ് ഞാൻ എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പറഞ്ഞതാണ്. ഓക്കെ ഓക്കെ, ഇതിനു മുമ്പ് എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ? അവരെല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യാവോ? റിപ്ലൈ ചെയ്യാവോ? എക്സാം എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ചാറ്റ് ബോക്സിൽ യെസ് അടിക്കാവോ? ലിബി ഉണ്ട്, ഷിഫാന ഉണ്ട്, ആദിശ്രീ ഉണ്ട്, കൃഷ്ണപ്രിയ ഉണ്ട്, ഷെറിനുണ്ട്, മുഹമ്മദ് ഫായിസ് ഉണ്ട്, ആസിയ ഉണ്ട്, അനീഷ ഉണ്ട്, ഫാത്തിമ ഉണ്ട്. പേര് വിളിക്കുന്നതിന് കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇപ്രാവശ്യം ക്ലിയർ ചെയ്യും കേട്ടോ, ഒരു സീനും ഇല്ല. ഓക്കെ, ജോർജ് ഉണ്ട്, അത്യാവശ്യം ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പലപ്പോഴും സെറ്റ് ചെയ്യാൻ വിട്ടുപോയതായിരിക്കും, അല്ലെ ക്വാളിഫൈ ചെയ്യാൻ മാർക്ക് കുറഞ്ഞതൊക്കെ ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് 0.2 0.5 ഒരു ക്വസ്റ്റ്യൻ ശരിയാകാത്തതുകൊണ്ട് 2 ക്വസ്റ്റ്യൻ ശരിയാകാത്തതുകൊണ്ടൊക്കെ പോയി നമുക്ക് ഒരുപാട് നിരാശയൊക്കെ തോന്നിയ ആൾക്കാരുണ്ടാവും. നിരാശ തോന്നിയ ആൾക്കാരുണ്ട്. നമുക്ക് ആ നിരാശ മാറ്റി അവനൊരു അടി പിടിക്കണ്ടേ? ഓക്കെ, ഇനി ഞാൻ എന്റെ ലൈഫിൽ അപ്ലൈ ചെയ്ത കുറച്ച് സ്ട്രാറ്റജീസ് പറഞ്ഞുതരാം. പഠിക്കാനിരിക്കുമ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? എക്സാമിന് ഏറ്റവും എക്സാം അല്ലെ ഏത് എൻട്രൻസ് എക്സാമിനേഷനും, യൂണിവേഴ്സിറ്റി എക്സാം ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല, എൻട്രൻസ് എക്സാമിന് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാമോ? നമ്മൾ ഏറ്റവും അലട്ടുന്ന പ്രശ്നം എന്താണ്? ടൈം അല്ലെ. എക്സാമിന്റെ പ്രിപ്പറേഷനിലെ ഡിസ്ട്രാക്ഷൻ പറഞ്ഞു. ഓക്കെ, ഡിസ്ട്രാക്ഷന്റെ ഫാക്ടറാണ്. എന്നാലും മൊത്തത്തിൽ എന്തുകൊണ്ടാണ് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത്? വീട്ടിൽ ആളുള്ളതുകൊണ്ട് പറയല്ലേ, ഫോൺ ഉള്ളതുകൊണ്ടാണെന്ന് പറയരുത്. ഓക്കെ, എന്നാലും ഒന്ന് പറയാമോ? റിപ്ലൈ ഇടാവോ? പ്രൊക്രാസ്റ്റിനേഷൻ ഒരു കാര്യമാണ്, പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടെന്ന് പറയുന്നു. കോൺസിസ്റ്റൻസി ഇല്ല, ടൈം മാനേജ്മെന്റ്. ഓക്കെ, കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അൾട്ടിമേറ്റ്ലി നമുക്കൊരു പ്രഷർ എക്സാം തരുന്നില്ലേ? ഈ എക്സാം നമുക്കൊരു പ്രഷർ തരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? ഈ എക്സാം ക്രാക്ക് ചെയ്യണം എന്നൊരു കുക്കറിനകത്തല്ല നമ്മൾ ഇരിക്കുന്നേ. ഈ പ്രഷർ എനർജി പോലെയാ. എനർജി ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. പ്രഷറിനെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാ പറ്റുന്നത്? ജോർജ് അന്ന് പറഞ്ഞ പ്രഷറിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? കൺസിസ്റ്റന്റ് ആയിട്ട് മോട്ടിവേറ്റ് ആയിട്ട് പഠിക്കണം. നമ്മൾ ഇത് പഠിക്കണം. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം എന്ന് പറഞ്ഞാല് സിമ്പിൾ ആണ്, ഇത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ സാധനം. എനിക്ക് പ്രഷർ തോന്നുന്ന സമയത്ത് ഞാൻ അത്രയും കൂടുതൽ പഠിക്കുമായിരുന്നു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും, അപ്പൊ ചെയ്യും. കാരണം പിന്നെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റുന്നതാണല്ലോ നമ്മുടെ പ്രശ്നം. പഠിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞൊരു സംഭവം അല്ലല്ലോ. നമ്മൾ ഈ മാറ്റി വെച്ച് ലാസ്റ്റ് ആണ് ഈ പ്രഷർ ഉണ്ടാകുന്നത്, അല്ലെ പല രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകുന്നത്. പഠിക്കാൻ വേണ്ടിയുള്ള സാധനത്തിന് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ സാധനം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ ഇരിപ്പ് നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെ? ഈ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകും. നമുക്ക് തോന്നും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം, അമ്മയെടുത്ത് എന്തെങ്കിലും പറഞ്ഞേച്ച് വരാം, അല്ലെങ്കിൽ ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിലാരാ വന്നേ നോക്കിയിട്ട് വരാം, ഇല്ലേ? അല്ലെങ്കിൽ ഒരു കല്യാണം ഉണ്ട്, അതിന് പോയിട്ട് വൈകുന്നേരം വന്നിരുന്ന് പഠിക്കാം. ആ സാധനം നമുക്കൊക്കെ ഇല്ലല്ലേ? ഫോണൊന്നും നോക്കാം, 2 റീല് കണ്ടിട്ടിരുന്ന് പഠിക്കാം. അല്ല, ഇന്ന് ഇത്രയും പഠിച്ചില്ലേ, ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. ആ സാധനം തോന്നുന്ന ആൾക്കാരുണ്ടോ? ഈ പറഞ്ഞ അല്ലെങ്കിൽ വൈകുന്നേരം ക്രിക്കറ്റ് കളിയുണ്ട്, ഈ സാധനമൊക്കെ കണ്ടിട്ട് നമുക്ക് അത് കഴിച്ചിട്ട് പഠിക്കാം എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടോ? ആ സാധനമാണ് നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുന്നത്. നമ്മുടെ നിരാശ ആദ്യം മാറണമെങ്കിൽ നമ്മൾ ആ സാധനം ആദ്യം ഒഴിവാക്കണം. ഓക്കെ, ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആ സമയത്ത് ലഞ്ച് കഴിച്ചിട്ട് 5 മിനിറ്റ് ഞാൻ കിടക്കത്തില്ലായിരുന്നു. 5 മിനിറ്റ് ഞാൻ ഫോണിൽ ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു.
ഓക്കെ, കാരണം നമ്മൾ എത്രമാത്രം അഗ്രസീവ് ആയിട്ട് പഠിക്കുമോ അത്രയും കൂടുതൽ നോളജ് നമുക്ക് ഉണ്ടാകും. അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമോ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാതെ പോകുന്ന ക്വസ്റ്റ്യൻ ഇല്ല. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ്, ഡിഫറെന്റ് ലെവൽസ്, ഡിഫറെന്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയത് സെറ്റ് ചെയ്ത് പഠിച്ചിട്ടായിരിക്കണം നമ്മൾ പോകേണ്ടത്. എടാ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. വിരാട് കോഹ്ലിയോട് ഇനി ഒരു സെഞ്ചുറി കൊണ്ട് അടിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചോദിക്കുമോ? വിരാട് കോഹ്ലിയോട് ഒരു സെഞ്ചുറി കൊണ്ട് അടിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ചോദിക്കുമോ? റൊണാൾഡോയോടോ മെസ്സിയോടോ നിനക്ക് ഒരു ഗോൾ കൊണ്ട് അടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമോ? ഇല്ല. അതുപോലെയാണ്, അതിന് മാത്രം ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടായിരിക്കണം പോകേണ്ടത്. അതിന് മാത്രം ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രം സ്ക്രാച്ച്. എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് മാത്തമാറ്റിക്കൽ റീസണിങ്ങും എന്റെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. എനിക്ക് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും മാത്രം അറിയത്തുള്ളായിരുന്നു. അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നു എനിക്ക്. പക്ഷേ നമ്മൾ ഡേ 1 to ഡേ 100 അല്ലെ ഡേ 120 ഡേയ്സിന്റെ പ്ലാൻ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ആ 120 ഡേയ്സ് കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റാത്ത സാധനമൊന്നും അല്ലത്. ഓക്കെ, നമ്മളൊരു നീറ്റിനോ ജെഇക്കോ ഒന്നും അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ UGC നെറ്റിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് അടിക്കാൻ പറ്റുന്ന പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഒരു വളരെ ഹെവി ആയിട്ട് ഒരു അഗ്രഷൻ മോഡിൽ നിന്ന് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം JRF ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കണം. ബാക്കി എല്ലാ പരിപാടിയും മാറ്റി വെച്ചേക്കണം. നമുക്കൊരു 4 മാസത്തെ പരിപാടിയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ എനിക്കത് വരണം, എനിക്കത് ചെയ്യണം, എനിക്ക് അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എല്ലാവിധ സപ്പോർട്ടിനും എല്ലാ കേസിനും ഞങ്ങൾ ഉണ്ടാവും. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് മാത്രം വന്നാൽ മതി. അപ്പൊ എക്സാം എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ക്വസ്റ്റിനും എഴുതണം. ഇവിടെ നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല, എല്ലാ ക്വസ്റ്റിനും എഴുതണം. 2 കേസുണ്ട്. എല്ലാ ക്വസ്റ്റിനും എഴുതണമെന്ന് പറയാൻ 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഓക്കെ, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കോമൺ ആയിട്ട് മാർക്സ് കൊടുക്കുന്ന പരിപാടി ചിലപ്പം NTA കാണിക്കാറുണ്ട്. അപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും മാർക്ക് കിട്ടും. ഉത്തരം തെറ്റാണെങ്കിലും ചിലപ്പോൾ 1 മാർക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 2 മാർക്കൊക്കെ ആയിരിക്കും. അത് മതി ജീവിതം മാറാൻ. ഓക്കെ ഓക്കെ. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് കീൻ ആയിട്ട് വായിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ഒറിജിനൽ എക്സാമിലായിക്കോട്ടെ, അവിടെ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പോകുന്നത്. ആ ഒരു 3 മണിക്കൂർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ ആയിരിക്കണം മോക്കുകൾ നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ന്യൂമോണിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് സാധനം വായിച്ച് പഠിച്ച് കാണാതെ പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടി അല്ല ഇവിടെ ഉള്ളത്. നമ്മൾ ക്ലിയർ ആയിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി കഥകളിലൂടെ, പോയിന്റ്സിലൂടെ, കോഡഡ് ഭാഷകളിലൂടെ, ഡേറ്റ്സിലൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ സാധനം പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ ഉപകാരം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. കാരണം നമുക്ക് ഭയങ്കര ഫാസ്റ്റ് പേസിലായിരിക്കണം നമ്മുടെ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യേണ്ടത് എക്സാം ഹോളിൽ. അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു കഥ ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ സമയം, അല്ലെങ്കിൽ ഈ കാണാൻ പഠിച്ച എല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമൊന്നുമില്ല. ഓക്കെ, ദിസ് ഈസ് എ തിങ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ചാനൽസ്, ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ടൈപ്സ്, അതിനൊക്കെ ഒരു കോഡ് നമുക്കുണ്ടായിരിക്കണം. ആ കോഡായിരിക്കണം നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് കത്തേണ്ടത്. അപ്പൊ ന്യൂമോണിക്സ് വെച്ച്, കോഡഡ് ഭാഷകൾ വെച്ച്, കഥകൾ വെച്ച്, കീ ഡേറ്റ്സ് വെച്ച്, ഷോർട്ട് കട്ട്സ് ഒക്കെ വെച്ചിട്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. മൂന്നാമത്തെ കേസ് നോട്ട് മേക്കിംഗ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പഠിക്കുന്ന സമയം എന്തുമാത്രം കുറയും അത്രയും പ്രൊഡക്ടിവിറ്റി കൂട്ടും എന്ന് പറയുന്ന ഹെവി സാധനമാണ് നോട്ട് മേക്കിംഗ്. നമ്മൾ ചുമ്മാ എഴുതി വിടരുത്. നോട്ടിനകത്ത് ഫുള്ള് സാധനം എടുത്തുകൊണ്ട് എഴുതി പഠിച്ചിട്ട് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്കല്ല നമ്മൾ പോകുന്നത്. നമ്മുടെ നോട്ട് എടുക്കുമ്പോൾ അതിന്റെ പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ലെഫ്റ്റ് സൈഡ് ടോപ്പിലെ കീ പോയിന്റ്സ് മാത്രം വളരെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതുക. അതിന്റെ റൈറ്റ് സൈഡിൽ അതിന്റെ ഗ്രാഫ്സും അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ മൈൻഡ് മാപ്സ്, അതിന്റെ ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എഴുതുക. സെൻട്രലി അതിന്റെ കീ പോയിന്റ്സ് മാത്രം എഴുതുക. ലെഫ്റ്റ് കോർണറിൽ അതുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എഴുതുക. റൈറ്റ് സൈഡിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഒന്നുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പോ നമ്മൾ വളരെ ഷോർട്ടായിട്ട് ക്രിസ്പായിട്ട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാണ് റിവിഷൻ നടത്തുമ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, SMCR, സെന്റർ മെസ്സേജ് ചാനൽ റിസീവർ. ഈ സാധനം SMCR എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ കമ്മ്യൂണിക്കേഷനിൽ ഒരു ഏരിയ പറഞ്ഞു. SMCR സെന്റർ മെസ്സേജ് ചാനൽ റിസീവർ. ഓക്കെ, ഇതുപോലെയുള്ള കോഡഡ് ഭാഷയിലായിരിക്കണം ഫുള്ള് പരിപാടി. കാരണം നമുക്ക് ഒറ്റയടിക്കാൻ സാധനം ഇപ്പൊ സ്ട്രൈക്ക് ചെയ്യണം, ബൾബ് അപ്പൊ കത്തണം. നാലാമത്തെ കേസ് അവരും പറയുന്ന ഒന്നുമല്ല സാധനം. സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും സിലബസിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കേസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്സ് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ
അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് സിലബസ് ബേസ് ചെയ്ത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഇങ്ങ് പഠിച്ചു പോകരുത്. അതിന്റെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞാല്, ഇപ്പൊ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ പഠിക്കുന്നു. ഇപ്പൊ BEd കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് BEd പഠിക്കാനുള്ള വലിയ സബ്ജക്റ്റാ. അത് മൊത്തം പഠിച്ചിട്ട് നെറ്റ് എഴുതാൻ നടക്കൊന്നുമില്ല. നെറ്റ് എഴുതാൻ പറ്റില്ല. റിസർച്ച് മെത്തഡോളജി PhDക്ക് എല്ലാവരും പഠിക്കുന്ന വലിയൊരു സബ്ജക്റ്റ്. നമ്മളെല്ലാവരും PGക്ക് പഠിച്ച ചെറിയൊരു സബ്ജക്റ്റ് ഒന്നും വലിയ സബ്ജക്റ്റാ. അത് മൊത്തം പഠിച്ചിട്ട് റിസർച്ച് മെത്തഡോളജി മൊത്തം പഠിച്ചതിന് ശേഷം ഞാൻ JRFന്റെ പരീക്ഷ എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മളെ ലക്ഷ്യം എന്നാ, സിലബസിനെ ബേസ് ചെയ്ത് PYQനെ ബേസ് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി നമ്മൾ പരീക്ഷ എഴുതുകയാണ് ചെയ്യേണ്ടത്. പിന്നെ 5ാമത്തെ കേസ്, എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. മോക്ക് ടെസ്റ്റ് എഴുതാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ സീരിയസ്നെസ്സോടുകൂടി എഴുതാതിരിക്കുക. ഞാൻ ക്വാളിഫൈ ചെയ്ത സമയത്ത് അവസാനത്തെ 60 ദിവസം 60 മോക്ക് ടെസ്റ്റ് പേപ്പർ 1 ചെയ്തിട്ടുണ്ട്. 60 മോക്ക് ടെസ്റ്റ്. കാരണം ഞാൻ ക്വാളിഫൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ പ്രാവശ്യം 0.2 എനിക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതായി പോയി. കാരണം അന്ന് എനിക്ക് സമയവും കുറവായിരുന്നു. അന്ന് ഞാൻ പഠിച്ചു, പക്ഷെ പ്രാക്ടീസ് ചെയ്തില്ല. അന്ന് എനിക്ക് മനസ്സിലായി മൈ സ്ട്രാറ്റജി ഈസ് നോട്ട് ഗുഡ്. അപ്പൊ ഞാൻ സ്ട്രാറ്റജി ക്ലിയർ ആക്കുകയും ചെയ്തു. എന്റെ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അനുസരിച്ചുള്ള, ടൈപ്പ് ഓഫ് ഏരിയാസ് അനുസരിച്ചുള്ള ഡിഫറന്റ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ റെഗുലർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പേപ്പർ 1ലും പേപ്പർ 2ലും. അപ്പൊ പേപ്പർ 1ലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വീക്ക് ഏരിയാസ് ഉണ്ടായിരുന്നത്. കാരണം പേപ്പർ 1 നമ്മൾ അങ്ങനെ റെഗുലർലി ക്ലാസ്സിലൊന്നും പഠിച്ച സബ്ജക്ട്സ് അല്ല. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ എനിക്ക് ഡീൽ ചെയ്യാൻ കുറച്ച് പാട് വരും. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കി, ഞാൻ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ചെയ്യണം. കാരണം നമ്മള് ഇത് ചുമ്മാ പഠിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്കാരുണ്ടോ? നാളെ വേൾഡ് കപ്പ് ഫൈനലൊക്കെ കാണാനിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇല്ലേ? ക്രിക്കറ്റ് കളി എൻട്രൻസ് എക്സാം ഒരുപോലെ. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയട്ടെ? വലിയ താല്പര്യമൊന്നും ഇല്ലെന്ന് തോന്നാർക്കും. പറയണം. നോ എന്നൊക്കെ പറയുന്നു. ഓക്കെ, ക്രിക്കറ്റ് കളിയായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ. ഓക്കെ, ക്രിക്കറ്റ് കളിക്കുമ്പോൾ എങ്ങനെയാ, നമ്മൾ ഗ്രൗണ്ടില് 2 ബാറ്റ്സ്മാൻമാർ കാണും. ഓക്കെ, ഓപ്പോസിറ്റ് 11 പേര് കാണും. ഒരു ബോളർ, ബാക്കിൽ വിക്കറ്റ് കീപ്പർ, കുറെ ഫീൽഡേഴ്സ് ഇല്ലേ? ബോളർ ആ സൈഡിലായിരിക്കും, നോൺ സ്ട്രൈക്കറിലുള്ള ബാറ്റ്സ്മാൻ നിൽക്കുന്നത്. എൻട്രൻസ് ഈ പരിപാടി തന്നെയാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് എഴുതണം. വേറെ ആരും വന്ന് എഴുതി തരത്തൊന്നുമില്ല. ആ ബാറ്റ്സ്മാൻ ഇപ്പോൾ വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി, അല്ലെങ്കിൽ ഇപ്പൊ മൈക്കിൾ ക്ലാർക്കാണ് മൈക്കിൾ ക്ലാർക്ക്, പുള്ളി ഒറ്റയ്ക്ക് അടിക്കണം. അവിടെ വേറെ ആരും വന്ന് സഹായിക്കത്തൊന്നുമില്ല അല്ലേ? എൻട്രൻസ് ഈ പരിപാടി തന്നെയാണ്. നമുക്ക് ഇമോഷണൽ സപ്പോർട്ട് തരാൻ ആൾക്കാർ കാണും. നമ്മൾ ആ സപ്പോർട്ടും സ്ട്രെങ്തും ഒക്കെ നമുക്ക് വേണ്ടെന്നല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ ബോൾ 6 അടിക്കണോ 4 അടിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ബാറ്റ്സ്മാനാണ്. അല്ലെങ്കിൽ ഔട്ട് ആകാതെ കളിക്കുക എന്ന് പറയുന്ന ബാറ്റ്സ്മാനാണ് അല്ലേ? ഔട്ട് ആകാതിരുന്നാൽ മാത്രം പോരാ, റൺ അടിക്കണം, ടീമിനെ ജയിപ്പിക്കണം, അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതിയാൽ മാത്രം പോരാ, ഔട്ട് ആകാതിരുന്നാൽ മാത്രം പോരാ, നമ്മൾ ക്വാളിഫൈ ചെയ്യണം. നമുക്ക് JRF വേണം. അപ്പോ റെഗുലർ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസ് ഉണ്ട്. കിടിലമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അവിടെ നമ്മുടെ 2-3 സ്കിൽസ് അവിടെ അടിപൊളിയാണ്. ഒന്നായതിന് പിന്നെ 1-2 വീഡിയോസിലൊക്കെ പറയട്ടെ. ഒന്ന്, നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഭയങ്കരമായിട്ട് അടിപൊളിയാവും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈപ്പാണ്. നമ്മൾ നേരത്തെ തന്നെ ഇവിടെ 7-8 ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു ഇല്ലേ? 8 ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു. ഇതല്ലാതെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്. അപ്പോ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അവിടെ സമയം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യനും ഓരോ പ്രോബ്ലം അത് നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത്, ഓരോ ക്വസ്റ്റ്യനിലും നമ്മളൊരു ഡിസിഷൻ എടുക്കണം. 150 ചോദ്യമുണ്ട്, 150 ഡിസിഷൻ നമ്മൾ എടുക്കണം. വേണ്ടേ? ഡിസിഷൻ എടുക്കാൻ ഉത്തരം എഴുതാൻ പറ്റത്തില്ലല്ലോ. 150 ഡിസിഷൻ എടുക്കണം. അപ്പൊ അതിന് നമുക്ക് കിട്ടുന്ന മിനിമം സമയം, ഒരു ക്വസ്റ്റ്യന് ഉത്തരം എഴുതാൻ കിട്ടുന്ന സമയം 1 മിനിറ്റാ. 1 മിനിറ്റാണ് നമ്മളൊരു ഡിസിഷൻ. ആവറേജ് ടൈം 1 മിനിറ്റ്. കാരണം ബാക്കി 30 മിനിറ്റ് കൊണ്ട് വേണം. പേപ്പർ കൊണ്ട് 15 മിനിറ്റ്, പേപ്പർ 2 15 മിനിറ്റ് കൊണ്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഡിസിഷൻ എടുത്ത് പാളിപ്പെട്ടുണ്ടെങ്കിൽ മാറ്റി കുത്താൻ നമുക്ക് ആ സമയം വേണം. മാറ്റി ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ നമുക്ക് സമയം വേണം. ഓക്കെ, അതാണ് മെയിൻ സാധനം. അപ്പോ ഈ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് കൂടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ കണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമുക്ക് നടക്കത്തില്ല. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു 1-2 പരീക്ഷകളിലൊന്നും എനിക്ക് സമയത്ത് തീർക്കാൻ പറ്റിയില്ല. അത് നമ്മുടെ റിസൾട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അത് 0.2, 0.5, 0.1 നമ്മളെ ബാധിക്കും. അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്. സ്പീഡ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്പീഡ് മാത്രമല്ല, അതിന്റെ കൂടെ ഒരു സാധനമുണ്ട്, ആക്യുറസി. സ്പീഡ് ഉണ്ടെന്ന് പറയും, സാറേ ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് എഴുതി തീർന്നു, 150 എണ്ണോ ഞാൻ എഴുതി, ഞാൻ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ശരിയുത്തരമായിരിക്കും എഴുതേണ്ടത്. സ്പീഡിൽ എഴുതുമ്പോൾ കറക്റ്റ് ഡിസിഷൻ ആയിരിക്കും എടുക്കേണ്ടത്. കറക്റ്റ് പ്രോബ്ലംസ് നമുക്ക് ഡീൽ ചെയ്യണം. അതുപോലെ നമ്മുടെ ആക്യുറസി എന്ന് പറയുന്ന സാധനം ഇംപ്രവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ചുമ്മാ ഇരുന്ന് ഇംപ്രവൈസ് ചെയ്യത്തില്ല, കിടിലമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമുക്ക് എലിമിനേഷൻ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓരോ സ്ട്രാറ്റജീസും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് ക്ലിയർ ആയിട്ട് പോയാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എങ്ങനെയാണ് നമ്മളിത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു, ചുമ്മാ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ലെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നോ?
പറയാറുണ്ട് മക്കളെ, പറഞ്ഞിരുന്നു. പറഞ്ഞായിരുന്നു. അത് എന്തുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് എന്നാ ചോദിച്ചത് എന്ന്, ക്ലിയർ ആയിട്ട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കേസ് ഉണ്ട്. ക്ലിയർ ആയിട്ട് പറയുന്ന ഒറ്റ സാധനമുണ്ട്, സ്ട്രാറ്റജി ബേസ്ഡ് കോച്ചിങ്. എൻട്രൻസിന് നമുക്ക് 6% നെറ്റിന്റെ എൻട്രൻസിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ളത്. ക്വാളിഫിക്കേഷൻ 6%. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം വഴി ഏകദേശം 9 lakhs പ്ലസ് ആ. ഓക്കെ, ഇപ്പൊ കൊമേഴ്സിലും ഇംഗ്ലീഷിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാരായിരുന്നു, 1 ലക്ഷം പേരൊക്കെ എഴുതുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഒരു കേസ് ഉണ്ട്, 1 ലക്ഷം പേരുമായിട്ടാണ് കോമ്പറ്റീഷൻ. ഈ 1 ലക്ഷം പേരുമായിട്ടൊന്നുമല്ല കോമ്പറ്റീഷൻ വരുന്നത്. ഈ 1 ലക്ഷം പേര് എഴുതും, ഒരു 5000 to 6000 പേര് അല്ലെങ്കിൽ ഒരു 10,000-ന് താഴെ ആൾക്കാർ തമ്മിലാണ് ഈ കോമ്പറ്റീഷൻ വരുന്നത്. കാരണം അവരാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുന്നത്. ഒരു 5000 to 6000 പേരാണ് വളരെ സീരിയസ് ആയിട്ട് ഈ സാധനത്തെ പഠിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് 5000 to 6000 പേര്. അത്രയും പേർക്ക് ഈ സാധനം കിട്ടാറുണ്ട്. ചുമ്മാ എഴുതിട്ട് കിട്ടണമെന്ന് വാശി പിടിക്കുന്നു. നമ്മൾ കിടിലമായിട്ട് പഠിച്ചാൽ കിടിലമായിട്ട് ഈ സാധനം കിട്ടും. ഇതൊന്നും കിട്ടാത്ത സാധനമൊന്നുമില്ല. ഇന്ന് നിങ്ങൾ വാർത്ത കണ്ടായിരുന്നു, സിവിൽ സർവീസ് റിസൾട്ട് വന്ന ദിവസമാണ്. വളരെ അഗ്രസീവായിട്ട് പഠിച്ച്, കാരണം നമുക്ക് എൻട്രൻസ് പാസ്സാകാൻ പറ്റാത്തത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടോ പഠിക്കാത്തതുകൊണ്ടൊന്നും അല്ല. നമ്മൾ പഠിക്കുന്ന സാധനത്തിൽ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടോ അല്ലേ? ആണോ അല്ലയോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അല്ലേ, നിങ്ങളാരൊന്നും പറയുന്നില്ല. നമ്മൾ പഠിക്കുന്നതിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടോ? അതാണ് എൻട്രൻസിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതും ക്വാളിഫൈ ചെയ്യാത്തതായിട്ടുള്ള വ്യത്യാസം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നുണ്ട്. ആ സ്ട്രാറ്റജി എങ്ങനെ ബിൽഡ് ചെയ്യണം? ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ്, നമ്മളൊരു പേപ്പർ 1 പേപ്പർ 2 ഏതെങ്കിലും ഒരു സബ്ജക്ട് നമുക്ക് ഫുൾ അറിയാൻ സെറ്റാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ പോലും അറിയാതെ അതിൻ്റെ അകത്തെ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് റെഗുലർ ആയിട്ട് ചോദ്യങ്ങൾ തെറ്റുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ആ ഏരിയ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യണം, വേണ്ടേ? കാരണം ആ മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റാ അല്ലേ? ഈച്ച് ആൻഡ് എവരി മാർക്ക് നമുക്ക് ഇമ്പോർട്ടന്റ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്ക് പേപ്പർ 1 പേപ്പർ 2 ഡിഫറെന്റ് സബ്ജക്ട്സിൽ നമുക്ക് എല്ലാ കിടിലമായിട്ട് അറിയാം എന്ന് ഉറപ്പുള്ള സബ്ജക്ട്സ് കാണും, ഇല്ലേ? അവിടെ ഇല്ല, ആരും ഒന്നും മിണ്ടുന്നില്ല, പോയല്ലാരും. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ കേൾക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന സബ്ജക്ട്സ് നമുക്ക് നല്ല രീതിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നതായിരിക്കും. പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരു മൈന്യൂട്ട് ഏരിയ നമുക്ക് ചിലപ്പോൾ റെഗുലർ ആയിട്ട് തെറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, നമ്മുടെ വീക്ക് ഏരിയ എന്താണ്, വീക്ക് ഏരിയ എങ്ങനെ നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. കാരണം എൻട്രൻസ് പാസ്സാണെങ്കിൽ ഒരു സാധനം മിസ്സാകാൻ പാടില്ല. ഫുള്ള് സാധനം നമ്മൾ പഠിക്കണം. ഫുള്ള് സാധനം പഠിച്ച് ക്ലിയർ ആക്കി പ്രിപ്പയർ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എഡക്സി ലേണിംഗിന്റെ ക്ലാസ്സുകൾ നമ്മൾ ലൈവും റെക്കോർഡും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ ക്ലാസ്സുകൾ നമ്മൾ ലൈവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസ്സുകളായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ലൈവ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനും ടെസ്റ്റ് ഉണ്ട്, എല്ലാ ദിവസവും റിവേഴ്സ് ചെയ്യാനും ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാ മാസവും നമുക്ക് ഏത് സമയത്തും PYQs എഴുതാം. അവിടെ കുറെ പേര് ലെഫ്റ്റ് ആകുന്നുണ്ട്. നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ടെസ്റ്റ് പ്രെപ്പിന്റെ ഒരു പാക്ക്, എഡക്സി ലേണിംഗിന്റെ എയിം 40 JRF പ്രെപ്പ് പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അതിന്റെ അകത്ത് ബുക്സ് ഉണ്ട്, നമ്മുടെ ടെസ്റ്റിന്റെ സ്കോർസ് ഉണ്ട്, സ്കോർ ഷീറ്റ് ഉണ്ട്, ഓട്ടോ അപ്ഡേറ്റ് ആവുന്ന സ്കോർ ഷീറ്റ് ഉണ്ട്, നമ്മുടെ വീക്ക് ഏരിയ സ്ട്രോങ് ഏരിയ കണ്ടുപിടിക്കാനുള്ള സ്കോർ ഷീറ്റ്സ് ഉണ്ട്, 120 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം 120 ഡേയ്സിലെ സ്റ്റഡി പ്ലാൻ നമ്മൾ തരും. 120 ഡേയ്സിലെ സ്റ്റഡി പ്ലാൻ പ്ലസ് 60 ദിവസത്തെ കിടിലം റിവിഷൻ പ്ലാൻ. അത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സെറ്റാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡൗട്ടുകൾ വരാം, നമുക്ക് പ്രശ്നങ്ങൾ വരാം, നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിൽ പലരെ അലട്ടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് എന്ത്? ഈ പ്രഷർ. അപ്പൊ നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ട്, ഭയങ്കര ഉപകാരമാണ്. നമുക്ക് ഡൗട്ടുകൾ പറഞ്ഞു തരാൻ ഒരാളുണ്ട്, നമുക്ക് നമ്മുടെ സ്ട്രാറ്റജീസ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ ഒരാളുണ്ട്. അപ്പൊ ഇൻഡിവിജ്വലി നമ്മളൊരു മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ എല്ലാ സ്റ്റുഡന്റിനും. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാണ്, ടീച്ചറെ ഇന്ന കാര്യങ്ങൾ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട്, അത് ഇത് എത്ര പഠിച്ചിട്ടുണ്ട് സെറ്റ് ആകുന്നില്ല, എനിക്കാണ് ഭയങ്കര ടെൻഷനാണ്. ഒരുപാട് പേരില്ലേ പഠിക്കുന്ന സമയം ടെൻഷൻ അടിച്ച് കളയുന്ന ആൾക്കാരുണ്ടോ? പഠിക്കാനുള്ള സമയം ടെൻഷൻ അടിച്ച് കളയുന്ന ആൾക്കാരുണ്ടോ? ആരുമില്ലേ? ഉണ്ട്. ആ സമയം എങ്ങനെ നമുക്ക് ക്ലിയർ ആയിട്ട് വിനിയോഗിക്കാൻ നമ്മൾ പറഞ്ഞുതരാം. ടെൻഷൻ അടിക്കില്ലേ? ശരിയാക്കാം. ടെൻഷനുണ്ട്, ഭയവും ടെൻഷനും നമ്മളെ കൂടുതൽ കുഴപ്പത്തിൽ കൊണ്ട് ചെന്ന് അടിക്കുന്നതാണ് മോഹൻലാൽ മറ്റേ പടത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ ടെൻഷൻ അടിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആസിയ ബേഗം നമുക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ ആസിയ, ക്ലിയർ അല്ലേ? ആൻസർ കിട്ടാകുമ്പോൾ ടെൻഷൻ വരും, അത് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ശരിയാക്കാം. ഒരു ടെൻഷൻ അടിക്കണ്ട. കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും 2 ദിവസം നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസം എന്ത് ചെയ്യും? ക്ലിയർ ആയിട്ട് നമ്മുടെ ഫുൾ മെറ്റീരിയൽസും ക്ലാസ്സുകളും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. ഫുൾ ക്ലാസ്സുകളും ഫുൾ സംഭവം 2 ദിവസം നമുക്ക് ആക്സസ് ചെയ്യാം. ഓക്കെ, മൂന്നാമതൊരു കേസ് ഉണ്ട്.
നിങ്ങൾക്ക് ഒരു എക്സാം എഴുതി നോക്കിയാൽ കൊള്ളാം എന്ന് കാണും. നമ്മളൊരു ഫ്രീ എക്സാമിനേഷൻ വിൻഡോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ എക്സാമിനേഷൻ വിൻഡോ നിങ്ങൾക്ക് ഏത് സമയത്ത് എക്സാം എഴുതാം. നേരെ ചെല്ലി എക്സാം എഴുതുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. പേപ്പർ 1 PYQ എഴുതണം. PYQ എഴുതി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെ എനിക്ക് അടിക്കണം, എവിടെയൊക്കെ പ്രശ്നമുണ്ട്, എവിടെയൊക്കെ പഠിക്കണം. അതിന്റെ ഡീറ്റെയിൽ അനാലിസിസ് റിപ്പോർട്ട് നമ്മൾ വിളിച്ച് പറഞ്ഞു തരും. മോളെ ഇന്ന അത് ചുമ്മാ ഇന്ന സബ്ജക്ട് മോശമാണ്, ഇന്ന സബ്ജക്ട് മോശമാണെന്നല്ല, ഇന്ന സബ്ജക്റ്റിലെ ഇന്ന ടോപ്പിക്കിലെ ഇന്ന സബ് ടോപ്പിക്കിലെ ഇന്ന ഏരിയയിലാണ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടതാണ് പറയുന്നത്. അത്രയും കിടിലൻ അനാലിസിസ് ആണ് നമ്മുടെ മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാല് നമ്മള് എൻട്രൻസിന് പഠിക്കുമ്പോഴും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും വാട്ട് ഈസ് ദ ബേസിക് പ്രശ്നം? ബേസിക് പ്രശ്നം എന്നാ? നമ്മുടെ റൂട്ട്സ് ബേസിക്സ് ചിലപ്പോൾ സെറ്റ് ആകാത്തോണ്ടായിരിക്കും. പേപ്പർ 1 ബേസിക്സ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പലർക്കും നെറ്റ് അല്ല JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തതിന്റെ കേസ് പേപ്പർ 1 വീക്ക് ആവുന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ 1 നമുക്ക് നെറ്റ് കിട്ടണോ JRF കിട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന പേപ്പർ 1 പേപ്പർ 2 അല്ല. പേപ്പർ 2 നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ PG വരെ +2 പഠിച്ചു, അല്ലെങ്കിൽ ഡിഗ്രി UGക്ക് പഠിച്ചു, PG വരെ പഠിച്ച സബ്ജക്റ്റിലായിരിക്കും നമ്മൾ നെറ്റ് എഴുതുന്നത്. നമ്മൾ അത്രയും ഡീപ്പായിട്ടൊരു നോളജ് നമുക്ക് പേപ്പർ 2 അത്യാവശ്യം നല്ലൊരു നോളജ് നമുക്ക് പേപ്പർ 2 ഇല്ലേ? കാരണം നമ്മൾ ക്ലാസ്സിൽ പോകുന്നുണ്ടല്ലേ, ക്ലാസ്സിൽ ഇരുന്ന ആൾക്കാരാണ്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ പേപ്പർ 2 കേട്ടാലും അറിയും. പേപ്പർ 1 നമുക്ക് എൻറ്റയർലി ന്യൂ ആണ് അല്ലേ? ആണോ അല്ലയോ? ആണോ അല്ലയോ? ഫുള്ള് ന്യൂ ആണ്. അപ്പൊ നമ്മൾ ആ പ്രശ്നം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം. ആ പ്രശ്നം ഫിക്സ് ചെയ്യണം. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. ദയവേത് സ്കിപ്പ് ചെയ്ത് പോകരുത്. സീരിയസ് ആയിട്ട് പറയുന്നതാണ്, ദയവേത് സ്കിപ്പ് ചെയ്ത് പോകരുത്. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് ക്ലിയർ ആക്കാൻ പറ്റത്തില്ല. നമ്മൾ ഒരു സാധനം സ്കിപ്പ് ചെയ്യാതെ അടിച്ചാലേ നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും സ്ട്രാറ്റജി ബേസ്ഡ് കോച്ചിങ് ആണ്. വേറെ ഒരു ടൈപ്പ് കോച്ചിങ് ആണ്, സ്ട്രാറ്റജി ബേസ്ഡ് കോച്ചിങ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ് വേണ്ടത്. കാരണം എനിക്കിപ്പോ മാത്സ് ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ ഇപ്പോൾ അന്തർദേശീയ ഇപ്പൊ റിസർച്ച് മെത്തഡോളജി ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലർക്ക് ICT ഡിഫിക്കൽട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കേസുകളുണ്ട്, മനസ്സിലായി? അപ്പൊ അതൊന്ന് ഏറ്റവും ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേസാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്കിൽ എവിടെയാണ് പ്രശ്നം, അതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അങ്ങനെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന കോച്ചിങ് ആണ് ഡെക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ലക്ഷ്യം PhD മാത്രം ക്വാളിഫൈ ചെയ്യലില്ല, നമ്മുടെ ലക്ഷ്യം നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്യലില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് JRF ക്വാളിഫൈ ചെയ്യുക. നമ്മുടെ ഫാക്കൽറ്റീസ് ആണ് നെറ്റും JRF ഒക്കെ ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണ്. ഗോപിയ മിസ്സിനെ കണ്ടല്ലോ, 4 നെറ്റാണ്. അതിനെ പിള്ളേരെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, JRFയിലേക്ക് എത്തിക്കുക. അതുപോലെ ഫവാസ് സാറിന്റെ JRF ഉണ്ട്, ഫായിസ് സാർ JRF ആണ്, അഷിത മിസ് സൈക്കോളജി അടക്കം, സൈക്കോളജി MB MHR അടക്കമുള്ള ഡിഗ്രിയിലുള്ള ആൾക്കാർ, അയനാമിസ്, അതുപോലെ യൂസഫ് സാർ ഹയർ എഡ്യൂക്കേഷൻ, യൂസഫ് സാറിന്റെ തീപ്പൊരു ക്ലാസ്സാണ്. ഒരു സാധനം മിസ്സാകാതെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുന്ന ഒരു ക്ലാസ്സാണ്. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ QR കോഡും അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസിന്റെ ഫോമിന്റെ QR കോഡും ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഡൗട്ടുകളൊക്കെ രേഖപ്പെടുത്തിയോ? ഡൗട്ടുകളൊക്കെ രേഖപ്പെടുത്തി ക്ലിയർ ആയിട്ട് ഞങ്ങൾ നിങ്ങളെ കോമൺലി ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് കോമൺലി ചോദിക്കാനുള്ള കാര്യങ്ങളുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവോ? പേപ്പർ 1 ബന്ധപ്പെട്ട കോമൺലി ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ടോ? നിങ്ങൾ ഒന്ന് ചോദിക്കാവോ? ചോദ്യമൊന്നും ഇല്ല, എല്ലാവർക്കും എല്ലാം മനസ്സിലായോ? സാർ ഈ പേപ്പർ 1 മനസ്സിലായി. ഓക്കെ, ആസി പറഞ്ഞോ. സാർ ഈ പേപ്പർ 1 കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലേ സാർ? ഹയർ എഡ്യൂക്കേഷൻ അതിലാണ് നമുക്ക് കിട്ടാണ്ട് പോകുന്നത്. അത് കുഴപ്പമില്ല, അത് നമുക്ക് ക്ലിയർ ആക്കാം. കാരണം നമ്മൾ PYQ ബേസ് ചെയ്തിട്ടുള്ള ഫുള്ള് ക്ലാസ്സുകൾ നമ്മൾ സെറ്റ് ചെയ്ത് തരും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും അഡീഷണൽ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാം, നമുക്ക് പഠിപ്പിക്കാം. യൂസഫ് സാർ അതാ പറയാം, ഹയർ എഡ്യൂക്കേഷന്റെ ഏരിയയിലാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. യൂസഫ് സാർ തീപ്പുരിയ. സാർ ഈ ഇപ്പോ കറണ്ട് അഫയേഴ്സ് പറയുന്നത് എത്ര വർഷത്തിന്റെ മുന്നിലായിരിക്കും ചോദിക്കുന്നത്? എടാ അങ്ങനെയല്ല, നമ്മൾ അതിന് കറണ്ട് അഫയേഴ്സ് എല്ലാ ചോദ്യങ്ങളും വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ബേസ്ഡ് ഓൺ PYQ അനാലിസിസ് ആണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഓരോ സംഭവത്തിലും, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ടീച്ചിങ്ങിന്റെ കേസിൽ എടുക്കുക, ടീച്ചിങ്ങിന്റെ ചോദ്യങ്ങൾ പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ വരുന്ന ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അപ്പൊ ആ ഏരിയാസ് നമ്മൾ പഠിപ്പിക്കും. അപ്പൊ പുതുതായിട്ട് ഇപ്പൊ കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ വാട്ട് ഹാപ്പൻഡ് ലേറ്റസ്റ്റ്, അതാണ് സംഭവം, മനസ്സിലായോ? അതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും വരുന്നത്. ഇപ്പൊ ICT ബേസ് ചെയ്തിട്ടുള്ള സംഭവത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ICT ബേസ് ചെയ്തുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് PYQനെ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കണം, സെറ്റ് ചെയ്യണം, സംഭവം അടിക്കണം. അപ്പൊ അങ്ങനത്തെ ടെൻഷൻ അടിക്കേണ്ട, അത് നമ്മൾ ക്ലിയർ ആക്കാം. ഓക്കെ,
മാത്സ് SSC ലെവലൊന്നും അല്ലടാ. 7, 8, 9, 10 അത്രയും ക്ലാസ്സുകൾ ലെവലില്ല, പേടിക്കണ്ട. അതൊക്കെ സിമ്പിൾ പരിപാടിയാണ്. എടാ ഞാൻ പഠിച്ച് പാസ്സായില്ലേ മാത്സ്, പിന്നെയാണോ ടെൻഷൻ അടിക്കില്ലേ? എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും മാത്രം അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. നിങ്ങൾ ടെൻഷൻ അടിക്കില്ലേ? എടാ നമുക്ക് ഭയവും ടെൻഷനും വേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കേസുകൾ മാത്രമല്ല ഇവിടെ. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടെൻഷൻ കൂടുതലാ സാർ. ടെൻഷൻ അടിക്കില്ലേ? നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മളൊരു 1-to-1 മെന്റർഷിപ്പ് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ, നിങ്ങൾ വരുമ്പം തന്നെ. ഓക്കെ, നിങ്ങൾക്ക് നാളെ തന്നെ ഇന്റർവ്യൂ കോൾ വരും. അതുകൊണ്ട് നിങ്ങളുടെ ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞു. അപ്പം നാളെ നിങ്ങളെ വിളിച്ചിട്ട് പറയും നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതിയ ആൾക്കാരാണെങ്കിൽ നമുക്ക് എത്ര മാർക്കുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് എവിടുന്ന് തുടങ്ങണമെന്നൊരു സാധനമുണ്ട്. അത് വേണ്ടേ? നമ്മൾ ചുമ്മാ പഠിച്ച കാര്യമുണ്ടോ? രാവിലെ എൻ്റെ ഇത് മാരത്തൺ ഓടുന്ന പരിപാടിയല്ല, ഇത് സ്പ്രിന്റ് അടിക്കുന്ന പരിപാടിയാണ്. ഈ മാരത്തൺ ഓടുന്ന പരിപാടി നമുക്ക് എൻട്രൻസിൽ നടക്കത്തില്ല. അതായത് മാരത്തൺ 10-40 കിലോമീറ്റർ, 44 കിലോമീറ്റർ, 42 കിലോമീറ്റർ കണ്ടില്ലേ? ഇത് മൊത്തം പഠിച്ചിട്ടല്ല നമ്മൾ പരീക്ഷ എഴുതാൻ പോകേണ്ടത്. നമ്മൾ പഠിക്കണം സിസ്റ്റമാറ്റിക് ആയിട്ട്, കിടിലമായിട്ട്, മൊത്തം സബ്ജക്ട് നോളജ് വെച്ച് നമ്മൾ പഠിക്കണം. പക്ഷേ അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വി ഷുഡ് ഹാവ് എ സ്ട്രാറ്റജി, വി ഷുഡ് ഹാവ് എ സിസ്റ്റം, വി ഷുഡ് ഹാവ് എ കൺസിസ്റ്റൻസി. പിന്നെ എൻട്രൻസ് പാസ് ആകണമെങ്കിൽ 3 സാധനം വേണം. ഒന്ന് മോട്ടിവേഷൻ. നിങ്ങൾക്ക് ഇപ്പൊ മോട്ടിവേഷൻ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം എന്നെ സഹിച്ചതും ഇത് കേട്ടോണ്ടിരുന്നതും. ആം ഐ റൈറ്റ്? അല്ലേ? നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തോന്നിയിട്ടുണ്ടല്ലോ നിങ്ങൾ പരിപാടിക്ക് വന്നേ. അപ്പൊ നിങ്ങൾ എന്നെ സഹിക്കുമായിരുന്നെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ സീരിയസ് ആയ ഒരു താല്പര്യം നിങ്ങൾക്ക് ഇല്ലായിരുന്നു. അങ്ങനെ മനസ്സിലാക്കണോ ഞാൻ? ഈ മോട്ടിവേഷന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? നാളെ നേരം വിളിക്കുമ്പോൾ മോട്ടിവേഷൻ പോകും. ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയാം. നാളെ നേരം വിളിക്കുമ്പോൾ മോട്ടിവേഷൻ പോകും. അല്ലെ മാക്സിമം പോയാൽ മറ്റന്നാൾ രാവിലെ വരെ. അവിടെ നമുക്ക് വേണ്ട സാധനമാണ് ഡിസിപ്ലിൻ. രാവിലെ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. അതിൻ്റെ അകത്ത് വേറെ വർത്താനമൊന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാവുള്ളൂ. ആ ലെവലിലുള്ള സാധനം നമുക്ക് വേണം. അപ്പുറത്തുനിന്ന് അമ്മ വിളിക്കുന്നുണ്ടായിരിക്കും, അവർ വിളിക്കുന്നുണ്ടായിരിക്കും, ഇവര് വിളിക്കുന്നുണ്ടായിരിക്കും, ഭയങ്കര സാധനമൊക്കെ പഠിക്കും. വർക്കാക്കരുത്. നമ്മുടെ മൈൻഡ് റീല് കണ്ടിട്ട് സെറ്റാക്കാം എന്നൊക്കെ പറയുമായിരിക്കും. റീല് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ല. പരീക്ഷ പാസ്സായ JRF കിട്ടും. മാസം 10-37,000 രൂപ ആദ്യത്തെ 2 കൊല്ലം അക്കൗണ്ടിൽ കയറും. വേറെ ജോലിക്കൊന്നും പോകണ്ട. ലൈഫ് സെറ്റിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. കാരണം IIT-ലോ IIM-ലോ ആണ് നിങ്ങൾ PhD ചെയ്യുന്നതെങ്കിൽ അവിടുന്ന് അത്രയും കൂടെ ഹയർ ലെവലിലോട്ടായിരിക്കും നമ്മുടെ കരിയർ പോകുന്നത്. ഒറ്റ ചോദ്യം മതി മറ്റേ ജീവിതം മാറാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ പരീക്ഷ മതി ജീവിതം മാറാൻ. ഒറ്റ പരീക്ഷ മതി. അതുപോലെ തന്നെ ഡിസിപ്ലിനും വേണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കേസുണ്ട്. ഇപ്പൊ വിരാട് കോഹ്ലി, അല്ലെങ്കിൽ നമ്മളിപ്പോ രക്ഷപ്പെടുന്ന ഡേവിഡ് ബെക്കാം, അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ, മമ്മൂട്ടി, ഇവരൊക്കെ കാണുക. ഇവരൊക്കെ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്. വിരാട് കോഹ്ലിക്ക് 3ാമത്തെ വയസ്സിലൊക്കെ ബാറ്റുമായിട്ട് ഈ വെയിലത്തിറങ്ങിയതാണ്. ആ പുള്ളിക്ക് 10-37 വയസ്സുണ്ട് ഇപ്പൊ. അത്രയൊന്നും മെനക്കെടണം. 120 ദിവസം മെനക്കെട്ടാൽ മതി. പറ്റുമോ? 120 ദിവസത്തെ പാടുള്ളൂ. അത് വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി. വെയിലടിക്കണ്ട. ഒന്നും ചെയ്യാൻ പോണ്ട. ഇരിക്കുക, പഠിക്കുക, പോവുക. വേറെ ഒരു പരിപാടിയും ചെയ്യണ്ട. പുള്ളിയൊക്കെ വർഷങ്ങളായി സ്റ്റാറ്റസ് ഇട്ട് BGM ഇട്ടിട്ട് പോർക്കളമായിരം ആ പാട്ടൊക്കെ ഇട്ട് BGM ഇടാൻ നല്ല രസമായിരിക്കും. ആ വെയിലൊക്കെ അടിച്ചിരിക്കുക വലിയ പാടാ. അത്ര സാധനം നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ല. അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. 120 ദിവസം ഇരിക്കുകയാണെങ്കിൽ പരിപാടി നടക്കും. ആരും റെഡി? അതെ, അങ്ങനെ. ഈ ട്രോളിന്റെ പേര് കാണുന്നില്ല പോലെ. നിന്റെ പേര് ട്രോൾ എന്നാ കാണുന്നേ. പേര് ജെറോമി എന്നാ സാർ. ജെറോമി എന്നാ അടുത്ത പ്രാവശ്യം സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കയറണം കേട്ടോ. ഇല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും സാർ. അത് കേറിയപ്പോ മെയില് മാറിപ്പോയതാ. കുഴപ്പമില്ല. ജെറോമി എവിടുന്നാ? ഏത് കോളേജിന്നാ? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി. ഓക്കെ ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്, ക്ലിയർ ആയോ? ഇത്രയും നേരം നമ്മളിത് കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് നിർത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ 1 മണിക്കൂറും 15 മിനിറ്റ് കുറച്ച് നേരം കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേടെ? ആരെങ്കിലും ഒന്ന് 2 പേരൊന്ന് ജെറോമേ, ഒരു സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു അഭിപ്രായം പറയാമോ? ജെറോമി പോയോ? പോയോ? ആസിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? യെസ്. സെഷൻ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇത്ര വർഷം വെച്ചാൽ MCOM ഫസ്റ്റ് ഇയർ മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യായിരുന്നു. കുറച്ചൊക്കെ നോട്ട്സ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യും. പിന്നെ ബുക്സും വെബ്സൈറ്റ്സ് ഒക്കെ പ്രിഫർ ചെയ്തിട്ടാണ് പഠിക്കാറുള്ളത്.
പക്ഷെ എങ്ങനെയാണ് ഏത് സ്റ്റെപ്പിലാണ് പഠിക്കണമെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഓക്കെ അന്ന് പിന്നെ എനിക്ക് ഇനിയും കൂടെ കുറച്ചും കൂടി പ്രിപ്പയർ ചെയ്യണം എന്നിട്ടാണ് ഞാൻ ഇത്രയും സെർച്ച് ചെയ്തപ്പോ എനിക്ക് ഈ ഇത് ഇൻസ്റ്റാ വഴിയിലാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് JRF-ഉം കൂടെ ഒന്ന് ക്രാക്ക് ചെയ്തിട്ട് സാറിന്റെ അല്ലേ സമാധാനത്തിലൊന്ന് ഇരിക്കണം. എനിക്കൊന്ന് എനിക്കൊന്ന് നിക്കണം. സന്തോഷിക്കണം അല്ലേ? അത്രേ അത് നമുക്ക് ഉള്ളൂ. അടിക്കാം. അടിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ സാർ, നമ്മളൊന്ന് താങ്ക് യു റെഡി സാർ. ആയിട്ടിരുന്നാ മതി, നമുക്ക് അടിക്കാം കേട്ടോ. സാർ ഓക്കെ താങ്ക് യു. എടാ ജെറോമി പോയോ? ബോയ്സ് ഹലോ സാറേ, കേൾക്കാം. എടാ സെഷൻ ഉണ്ടായിരുന്നു, ഒരു ഫീഡ്ബാക്ക് പറയാമോ? സാർ ഒരു ഡൗട്ട് ഉള്ളത്, നമ്മുടെ ഇപ്പം UGC നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും PhD ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴേ അതിന് എന്നായിരിക്കും സാലറി നമുക്ക് സ്റ്റൈഫൻഡ് ആയിട്ട് കിട്ടുക? സ്റ്റൈപ്പൻഡ് അതിപ്പോ ഡിപ്പെൻസ് അപ്പോൺ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇപ്പൊ IITസിലും IIMസിലും ഒക്കെ ആണെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് നമുക്ക് കിട്ടും. അവിടെ ഈ നമ്മൾ JRF-ന്റെ അതേ എമൗണ്ട് ഉള്ള ഫെലോഷിപ്പ് നമുക്ക് നെറ്റിലാണെങ്കിലും കിട്ടും. ഓക്കെ, അതും എല്ലാ IITയിലും IIMലും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ കോഴിക്കോട് IIMലെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ 42,000 രൂപ, കോഴിക്കോട് NITയിലെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ 42,000 രൂപ. അത് നെറ്റുള്ളവർക്കും കിട്ടും. പക്ഷെ അതെല്ലാ NITകളും IITകളും കിട്ടത്തില്ല. മാത്രമല്ല അവിടെ എല്ലാവരുടെയും പ്രിഫറൻസ് JRF ആണ്, മനസ്സിലായി? ഇപ്പൊ JRF എടുത്തിട്ട് വേക്കൻസി ഉണ്ടെങ്കിൽ, JRFകാർ ഫില്ല് ചെയ്യാതെ വേക്കൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നെറ്റുകാരെ പ്രിഫർ ചെയ്യുന്നത്. നെറ്റ് നോക്കി നമ്മൾ നിൽക്കല്ലേ. നമ്മള് എന്നാ കുന്നോളം ആഗ്രഹിച്ചാലേ മലയാളം കിട്ടത്തുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ സാർ, സാധനം ഇപ്പോ കോളേജസിലൊക്കെ PhD ആണ് പ്രിഫർ ചെയ്യണത്. ഞാൻ ആക്ച്വലി ഈ രത്നം കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അവിടെ ഫസ്റ്റ് ഒന്നും ഈ നെറ്റ് അതൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ കമ്പൽസറി ആയിട്ട് PhD അവര് രജിസ്റ്റർ ചെയ്ത് വെക്കാൻ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ PhD അവര് ക്വാളിഫൈ ആക്കാൻ പറയുന്നുണ്ട്. അല്ല, നമ്മൾ അങ്ങനെ ചെയ്യണ്ട. കാരണം ഞാൻ ഓൾവേസ് എല്ലാവരോടും പറയുന്നതും പ്രിഫർ ചെയ്യുന്നതും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ PhD ചെയ്യാന്നാണ്. കാരണം നമ്മള് ഈ OnePlusന്റെ ക്യാപ്ഷൻ കേട്ടിട്ടുണ്ടോ? OnePlus ഫോണില്ലേടാ, OnePlus കേട്ടിട്ടില്ലേ? OnePlusന്റെ സംഭവം കേട്ടിട്ടുണ്ടോ? ക്യാപ്ഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നെവർ സെറ്റിൽ. അതാണ് അടിക്കുക. എല്ലാവരും ഫയർ ഇട്ട് കൊടുത്തവനെ, ജെറോമിക്ക് ഒരു ഫയർ ഇട്ട് കൊടുത്തേ. ഫയർ ഇടുന്ന പരിപാടി എവിടെയാ? എല്ലാം നമ്മള് കാണണം, എല്ലാം കാണണം. നെവർ സെറ്റിൽ. നമ്മുടെ ഡ്രീം കരിയറിൽ അതായിരിക്കണം, നെവർ സെറ്റിൽ. ഓക്കെ, നെവർ സെറ്റിൽ അതായിരിക്കണം സാധനം. കാരണം എന്ന് പറഞ്ഞാല് എന്തുമാത്രം ഇംപ്രൂവൈസേഷൻ നമുക്ക് വരുത്താൻ പറ്റും. നമുക്ക് ഇന്ത്യയിൽ IIM ചെയ്യാം, RCAക്ക് IIM ചെയ്യാൻ പറ്റും. ഓപ്ഷൻ വേറെ ക്ലോസ് ഫ്രണ്ട്സ് IIMൽ PhD ചെയ്യുന്നുണ്ട്, NITയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, IITസിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, IFLUവിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, JNUവിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഓൾറെഡി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് കോച്ചിങ് അടക്കം ഉള്ളതുകൊണ്ട് ഡിഫറെന്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ പറയുന്ന സാധനം, അവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സാധനം ഈ ഒരു ഒറ്റ വാക്കാൻ, നെവർ സെറ്റിൽ. നമ്മളൊരു ചെറിയൊരു പരിപാടിക്ക് നിൽക്കരുത്. നമ്മൾ പിടിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഡബിൾ സെഞ്ചുറി, രോഹിത് ശർമ്മ അടിക്കുന്നതിൽ 264 റൺ, അല്ലാത്ത വേറൊരു പരിപാടിക്ക് നമ്മൾ നിൽക്കരുത്. ഓക്കെ, അപ്പോ ഇന്നത്തെ മോട്ടിവേഷൻ. എടാ നീ ബാക്കി കംപ്ലീറ്റ് ചെയ്തല്ലേ ജെറോമി? അത് ക്ലിയർ ആയില്ലേ? സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞേ. എന്നാ സാർ ക്ലാസ് എങ്ങനെ, ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു, ആയിട്ടുള്ള പരിപാടിയായിരുന്നു. ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങണേ കേട്ടോ. പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പൊ ഫോം ഫില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള 2020, 21, 22, 23, 24, 25 5 വർഷത്തെ എന്തുണ്ട് ഫ്രീ ആയിട്ടുള്ള ബുക്ക് ഉണ്ട്. 120 ദിവസം സ്റ്റഡി പ്ലാൻ ഉണ്ട്. 2 ദിവസം നമ്മുടെ ഫുള്ള് ക്ലാസ്സും ടെസ്റ്റുകളും ഒക്കെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. പ്ലസ് ഏത് സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം എഴുതണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ അല്ലേ? സാർ, ഈ പേപ്പർ 2ന്റെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും കിട്ടാറോ? പേപ്പർ 2ന്റെ കോമേഴ്സിന്റെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളും അതുപോലെ തന്നെയുള്ള മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ജോർജ് ഓക്കെ അല്ലേ? ജുവൽ ട്രീസ എല്ലാരും ഓക്കെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരും ഒന്നും പറയുന്നില്ല. ഓക്കെയാണ് സാർ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. ഓക്കെ. അപ്പൊ സുരേഷ് ഗോപി പറയുന്ന പോലെ സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ മോട്ടിവേഷൻ പോകരുത്. നാളെ രാവിലെ തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങണം കേട്ടോ. ഓക്കെ. യെസ് സാർ. ഓക്കെ, താങ്ക് യു. ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. ബൈ മക്കളെ, ബൈ.